Good morning, all. Good morning. Good morning. Archana ma'am, start ചെയ്തോളൂ. Okay. Good morning. Good morning. Okay. ഇന്ന് എല്ലാവരും ഇന്നത്തെ ടോപ്പിക് ശ്രദ്ധിച്ചിട്ടുണ്ടാവും അല്ലെ? ക്ലാസ്സിൽ കയറുന്ന മുമ്പ് ആരെങ്കിലൊക്കെ ശ്രദ്ധിച്ചിരുന്നോ? ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്ന വിഷയം എന്നുള്ളത്? യെസ്, ഫവാസ് ശ്രദ്ധിച്ചിട്ട്. ഇറ്റ് ഇസ് പോസിറ്റീവ് അബൌട്ട് നെഗറ്റീവ് അല്ലെ? ഈ പോസിറ്റീവ് അബൌട്ട് നെഗറ്റീവ് എന്ന് പറയുന്ന ആ ഒരു ടോപ്പിക് കേൾക്കുമ്പോൾ എന്താണ് മനസ്സിലേക്ക് കടന്നു വന്നത്? ചിലർ ചിലപ്പോൾ ടോപ്പിക് കണ്ടിട്ടായിരിക്കും വന്നത്, ചിലവർ എല്ലാ ദിവസവും വരുന്നവർ തന്നെയായിരിക്കും അല്ലെ? ഈ പോസിറ്റീവ് അബൌട്ട് നെഗറ്റീവ് എന്നുള്ളൊരു ടോപ്പിക് കേൾക്കുമ്പോൾ എന്താണ് നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നത്? ഒന്നും ഫീൽ ചെയ്യുന്നില്ല അല്ലെ? പോസിറ്റീവ് എന്ന് പറയുമ്പോൾ നമുക്ക് അനുകൂലമായത്, നെഗറ്റീവ് എന്ന് പറയുമ്പോൾ പ്രതികൂലമായത്. Even negative situation, we can find something positive. യെസ്, ദാറ്റ്സ് ഇറ്റ്. സോ ഈ നെഗറ്റീവ് എന്ന് പറയുന്നത്, ലൈഫിൽ നെഗറ്റീവ് എന്ന് പറയുന്നത് ഇറ്റ് ഇസ് ഇന്നെവിറ്റബിൾ അല്ലെ? നമുക്കൊന്നും ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. എല്ലാവരുടെ ലൈഫിലും എന്തായാലും ഉണ്ടാവാൻ കാര്യമാണ് നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ എന്ന് പറയുന്നത്. നമ്മുടെ ലൈഫിൽ ഡെയിലി നമ്മൾ ഓരോ കാര്യങ്ങളിലും നമുക്ക് എന്തായാലും എന്തെങ്കിലുമൊക്കെ ഒരു നെഗറ്റീവ് ഫീലിംഗ് ഉണ്ടാവാം, അല്ലെങ്കിൽ നെഗറ്റീവ് കാര്യങ്ങൾ ഉണ്ടാവാം. ഈ നെഗറ്റീവ് കാര്യങ്ങൾ ഉണ്ടാവുന്നത് ഇന്നെവിറ്റബിൾ ആണ്, നമുക്ക് തടയാൻ പറ്റാത്തൊരു കാര്യമാണ്, അത് എന്തായാലും ഉണ്ടാവും. പക്ഷെ ഈ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളെ എന്ത് ആറ്റിറ്റ്യൂഡിൽ എടുക്കണം, എങ്ങനെ അത് എടുക്കണം എന്നുള്ളത് ആരുടെ ചോയ്സ് ആണ്? ഓഫ് കോഴ്സ് അത് നമ്മുടെ ചോയ്സ് ആണ് അല്ലെ? പറയാൻ എളുപ്പമാണ്, പക്ഷെ നമുക്കത് പ്രാവർത്തികമാക്കാൻ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. വിഷമങ്ങൾ വരുമ്പോൾ, പ്രശ്നങ്ങൾ വരുമ്പോൾ, പ്രതിസന്ധികൾ ഉണ്ടാവുമ്പോൾ, ക്രിറ്റിസിസം ഉണ്ടാവുമ്പോൾ അല്ലെ, ആളുകളായിട്ട് വഴക്കുണ്ടാവുമ്പോൾ ഒക്കെ അവിടെ ഉണ്ടാവുന്നത് എന്താണ്? നെഗറ്റീവ് ആയിട്ടുള്ള എനർജി അല്ലെങ്കിൽ നെഗറ്റിവിറ്റിയാണ് നമ്മുടെ ലൈഫിൽ ഉണ്ടാവുന്നത്. പക്ഷേ വാട്ട് ഹാപ്പൻസ് ഇസ്, ഈ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടാവുമ്പോൾ നമ്മൾ തളർന്നിരുന്നു പോയാൽ, അല്ലെങ്കിൽ അതാണ് ദിസ് ഇസ് ദ എൻഡ്, ദിസ് ഇസ് ഇറ്റ് എന്ന് വിചാരിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ടൊരു ഗ്രോത്ത് ഉണ്ടാവോ? ഇല്ല. പിന്നെ അങ്ങോട്ടേക്ക് എന്തെങ്കിലും പ്രതീക്ഷകളുണ്ടോ ലൈഫിൽ? ഇല്ല. അപ്പോൾ ഈ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോൾ എങ്ങനെയാണ് ആ നെഗറ്റീവിനെ നേരിടേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെ അതിൽ നിന്ന് പുറത്തു കിടക്കാം എന്നുള്ളതാണ്. ഇന്ന് ഇപ്പൊ നമുക്കറിയാം വെളിച്ചം തരുന്ന ആള് സൂര്യനാണ്. പക്ഷെ ഇപ്പൊ ഈ സമയത്ത് സൂര്യനേക്കാൾ മുമ്പ് നമുക്ക് വെളിച്ചം തന്ന ആളാരാണ്? ആരാണ് നമുക്ക് വെളിച്ചം തന്നത്? നമ്മൾക്കിപ്പോ വെളിച്ചത്തല്ലേ ഇരിക്കുന്നത്, നമ്മൾ ആരെങ്കിലും ഇരുട്ടത്താണോ ഇരിക്കുന്നത്? ഇപ്പൊ നമ്മുടെ റൂമിലെ വെളിച്ചം, സജന മാം റൂമിലുള്ള വെളിച്ചം തന്നത് മൂണാണോ? ഇലക്ട്രിസിറ്റി. ഇലക്ട്രിസിറ്റി ആണെങ്കിലും വെളിച്ചം എന്ന് പറയുന്ന സാധനം ഇപ്പൊ റൂമിലേക്ക് തന്നത് നമ്മുടെ ബൾബ് അല്ലെങ്കിൽ ട്യൂബ് എന്ന് പറയുന്ന വെള്ളാണോ ഒരാല്? നമുക്ക് ഇപ്പൊ വെളിച്ചം തന്നത് ബൾബാണ് അല്ലേ? ബൾബ് ലൈറ്റ് ബൾബ് എന്ന് പറയുന്ന കൺസെപ്റ്റ് അത് കണ്ടുപിടിച്ച ആളാരാണ്? മൊബൈൽ. തോമസ് എഡിസൺ ആണ് അല്ലെ? തോമസ് എഡിസൺ ഈ ബൾബ് കണ്ടുപിടിക്കുന്ന സമയത്ത് പെട്ടെന്ന് ഒറ്റ നിമിഷം എണീറ്റ് നേരെ അങ്ങ് ബൾബ് കണ്ടുപിടിക്കാൻ പറ്റിയതല്ല. ഒരുപാട് പ്രാവശ്യം ഈവൻ ഈ വുഡ് ഹാവ് ഫെയിൽഡ് അല്ലെ? നമ്മൾ പല സ്ഥലത്തും വായിക്കാറുണ്ട്, ആയിരക്കണക്കിന് പ്രാവശ്യം ശ്രമിച്ചതിന് ശേഷം മാത്രമാണ് തോമസ് എഡിസന് ബൾബ് കണ്ടുപിടിക്കാൻ സാധിച്ചത്. നമ്മളൊന്ന് ചിന്തിച്ചു നോക്കി, അന്ന് ഒന്നോ രണ്ടോ പ്രാവശ്യം, അതെ, 1000 times he failed. ജസ്റ്റ് ഇമാജിൻ, ഒന്നോ രണ്ടോ പ്രാവശ്യം ചെയ്തിട്ട് പോടാ പുള്ളി ഇതൊന്നും ശരിയാവൂല്ലേ, ഇത് എന്ത് സാധനം എന്ന് പറഞ്ഞിട്ട് പുള്ളി അത് വേണ്ടാന്ന് വെച്ചിരുന്നെങ്കിൽ പക്ഷെ വേറെ ആരെങ്കിലും പിൻകാലത്ത് കണ്ടുപിടിച്ചേ പേരിന് തോമസ് എഡിസന്റെ പകരം വേറൊരാളുടെ പേര് വന്നേനെ. പക്ഷെ ആരാണെങ്കിലും റിപ്പീറ്റഡ് ആയിട്ടുള്ള പ്രയത്നത്തിലൂടെ ആയിരിക്കും അല്ലെ ആ ഒരു റിസൾട്ട് അവർക്ക് കണ്ടെത്താൻ സാധിച്ചത്. നെഗറ്റീവായിട്ടുള്ള, അതായത് ഈ നമ്മൾ പറയുമല്ലോ, കുട്ടികളാവുമ്പോൾ വീണിട്ടേ നടക്കാൻ പഠിക്കുള്ളൂ, സൈക്കിൾ ഓടിക്കുമ്പോൾ വീണാലേ സൈക്കിൾ ഓടിക്കാൻ പഠിക്കുള്ളൂ, നമ്മളെല്ലാം പറയില്ലേ?
എപ്പോഴും പറയില്ലേ, കുഞ്ഞു കുട്ടികളൊക്കെ നടക്കാൻ പഠിക്കുമ്പോഴൊക്കെ വീഴും, മുട്ട് തട്ടും. പക്ഷെ അപ്പൊ നമ്മൾ എന്താ പറയാറ്? അയ്യോ എന്റെ കുട്ടി വീണേ, ഇനി നടക്കല്ലേ പറയാറുണ്ടോ? ഇല്ല. നമ്മൾ കുഞ്ഞായിരുന്നപ്പോഴും നമ്മുടെ പാരന്റ്സ് പറഞ്ഞൊരവസ്ഥ ആലോചിച്ച് നോക്കി, അയ്യോ എന്റെ മോള് വീഴുന്നു, ഇനി നടക്കുക വേണ്ട. നോ, നമ്മുടെ പാരന്റ്സ് ആയാലും അല്ലെങ്കിൽ നമ്മൾ പാരന്റ്സ് ആവുമ്പോഴും നമ്മളിപ്പോഴും എന്താ പറയാ, വീഴട്ടെ, വീണാലല്ലേ നടക്കാൻ പഠിക്കൂ. സൈക്കിൾ ഓടിക്കുമ്പോൾ പിള്ളേർക്ക് പേടിയാ അല്ലെ? അപ്പൊ എല്ലാവരും എന്താ പറയാ, അതൊന്നും സാരില്ല, കുറച്ച വീണട്ടെ ഓടിക്കാൻ പഠിക്കൂ. നീന്താൻ പോയി, അപ്പോഴും എന്താ പറയാ, ഓ ലേശമൊക്കെ വെള്ളം മൂക്കിലൊക്കെ പോവും, വായലൊക്കെ പോവും, എന്നിട്ടേ നീന്താൻ പഠിക്കുള്ളൂ. ബട്ട് ഇത്തരം കാര്യത്തിലൊക്കെ നമ്മൾ പറയുന്ന എന്താണ്, ആ ഒരു നെഗറ്റീവ് എഫക്റ്റ് ഉണ്ടായിട്ടാണ് ഒരു പോസിറ്റീവ് ഇഫക്റ്റ് ഉണ്ടാവുന്നത് അല്ലെ? ഒന്ന് വീണിട്ടാണ് ഒന്ന് ഉയരുന്നതെന്നാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത്. പക്ഷെ അത് ജീവിതത്തിൽ വരുമ്പോഴും ആലോചിച്ചിട്ടുണ്ടോ നമ്മൾ എപ്പോഴെങ്കിലും? നമ്മുടെയൊക്കെ ജീവിതത്തിൽ ദിവസവും നമ്മൾ ഒരുപാട് നെഗറ്റീവ് സിറ്റുവേഷൻസിൽ കടന്നു പോകാറുണ്ട്. പക്ഷെ എപ്പോഴെങ്കിലും നമ്മൾ നമ്മളോട് പറഞ്ഞിട്ടുണ്ടോ, ഓ സാരില്ല അല്ലെ? എപ്പോഴെങ്കിലും നിങ്ങൾ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? എന്ത് പ്രതിസന്ധിയും പ്രശ്നവും ഉണ്ടാവും, നമ്മൾ ഓട്ടോമാറ്റിക്കലി എന്താണ്, നെഗറ്റീവായിട്ടാണ് ചിന്തിക്കുക. എന്തൊരു കാര്യം നെഗറ്റീവായിട്ട് മാത്രമേ ചിന്തിക്കുള്ളൂ. അതിനുശേഷം ഒരു പക്ഷേ ആഫ്റ്റർ സം ടൈം നമ്മൾ ചിന്തിക്കാം, എന്ത്, ഇത് ശരിയാവും. പക്ഷെ ഭൂരിഭാഗം ആൾക്കാരും ചിന്തിക്കുന്ന എന്താണ്, ഓ ഇത് ശരിയാവില്ല. ദാറ്റ് ഈസ് വാട്ട് വി കോൾ നെഗറ്റീവ് എന്നുള്ളത്. ആ നെഗറ്റീവിലും ദർ ഇസ് എ പോസിറ്റീവ് സൈൻ എന്നുള്ളത് കണ്ടെത്താന്നുള്ളത്. സി ബീങ് പോസിറ്റീവ് അബൌട്ട് നെഗറ്റീവ് എന്ന് പറയുമ്പോൾ 4 കാര്യങ്ങൾ നമുക്ക് പറയാം. ഫസ്റ്റ് വൺ ഇസ് ലേണിംഗ് ഫ്രം ഫെയിലിയേഴ്സ് അല്ലെ? നമ്മളിപ്പോ നേരത്തെ പറഞ്ഞ പോലെ വീണിട്ടേ നടക്കാൻ പഠിക്കൂ എന്ന് പറഞ്ഞ പോലെ ഫെയിലിയേഴ്സ് ഉണ്ടാവും. അത് നമുക്ക് ഒരിക്കലും ലൈഫിൽ മാറ്റാൻ പറ്റില്ല. എല്ലാ കാര്യങ്ങളും സ്മൂത്തായി നടക്കുന്ന ഒരു ലൈഫ് അത് ഇന്നേ വരെ ആർക്കും ഉണ്ടായിട്ടുണ്ടാവില്ല അല്ലെ? നമുക്കും ഉണ്ടാവുന്നില്ല. ദിവസവും ചിലപ്പോൾ പല കാര്യങ്ങളും ഫെയിലായി വരും. ഒന്നും വേണ്ട, രാവിലെ ഇപ്പൊ ഇതൊക്കെ കഴിഞ്ഞ് ക്ലാസ് കഴിഞ്ഞ് കുക്കറിൽ പോയി എന്തെങ്കിലും സാധനം വെക്കുമ്പോൾ ആ കുക്കർ ചിലപ്പോൾ വിസിലടിക്കില്ല. ഫെയിലിയർ അല്ലേ, അവിടെ ഒരു ചെറിയൊരു ഫെയിലിയർ ആണ്, അടിക്കില്ല. നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ എന്തെങ്കിലും വേറെ ഓപ്ഷൻ കാണും. വേറെ കുക്കർ ഉണ്ടെങ്കിൽ വേറെ കുക്കർ പാത്രത്തിൽ വേവിക്കുക, അല്ലെങ്കിൽ പുറത്തെടുത്ത് ആ വാഷറൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് അല്ലെ ഒന്ന് കഴുകും. അല്ലെങ്കിൽ ആ വിസിലൊക്കെ ഒന്ന് എടുത്ത് ഒന്ന് ഊതി അതൊക്കെ ഒന്ന് കഴുകും. എന്നിട്ട് വീണ്ടും അതൊക്കെ ഒന്ന് ഫിറ്റ് ചെയ്ത് നമ്മൾ വീണ്ടും എന്താണോ കറി അത് വേവിക്കാൻ നോക്കില്ലേ? ഇല്ലേ? നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ അനുഭവം ഉണ്ടായിട്ടില്ലേ? അല്ലെങ്കിൽ പെട്ടെന്ന് ഗ്യാസ് തീരും അല്ലെ? നമ്മൾ പ്രതീക്ഷിക്കാതെ ഒരു 5 ദിവസം മുമ്പ് ഗ്യാസ് തീരും രാവിലെ. ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും നമുക്ക് ചെയ്യും. അപ്പൊ ചിലപ്പോ എല്ലാ കാര്യവും നമ്മൾ ഇൻഡക്ഷനിലായിരിക്കും ആശ്രയിച്ച് ചെയ്യുന്നത്. സോ അതൊക്കെ പ്രതിസന്ധിയല്ലേ? അതൊക്കെ നെഗറ്റീവ് സിറ്റുവേഷൻസ് അല്ലേ? ബട്ട് ആ നെഗറ്റീവ് സിറ്റുവേഷൻസ് ഒക്കെ നമ്മൾ ഹാൻഡിൽ ചെയ്യുന്നുണ്ട് അല്ലേ? അപ്പൊ ഫെയിലിയർ എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്, ഒരു ലേണിംഗ് പ്രോസസ്സാണ്. ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായി അങ്ങനെ ചെയ്യാം എന്ന് നമ്മൾ ലേൺ ചെയ്ത് വീണ്ടും അത് റിപ്പീറ്റ് ചെയ്യാതിരിക്കുക. അപ്പൊ ഗ്യാസ് ഒരു 5 ദിവസം മുമ്പ് തീർന്നു, നമ്മൾ ബുക്ക് ചെയ്യാൻ വൈകിയത് കൊണ്ടാണ്. ഓട്ടോമാറ്റിക്കലി എന്താണ്, അടുത്ത മാസം നമ്മൾ ഒരു 5 ദിവസം മുമ്പ് തന്നെ അടുത്ത ഗ്യാസ് ബുക്ക് ചെയ്യും. സോ ഇറ്റ്സ് ലേണിംഗ് ഫ്രം ഫെയിലിയർ എന്നുള്ളത്. ദെൻ എംബ്രേസിങ് മിസ്റ്റേക്സ് ആസ് എ സ്റ്റെപ്പിംഗ് സ്റ്റോൺ എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. അബദ്ധം പറ്റും അല്ലെ? എല്ലാവർക്കും അബദ്ധം പറ്റും, അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും, പ്രതിസന്ധികൾ ഉണ്ടാവും. പക്ഷെ ഓക്കെ, ഇതിപ്പോ പറ്റിപ്പോയി, സാരില്ല. എനിക്കറിയാം ഇത് പറയുമ്പോൾ നിങ്ങൾ ഇത് അത്ര ഈസി ആണോ അല്ലെ? നമ്മളെല്ലാവരും, ഞാൻ അടക്കമുള്ള ആളുകൾ എങ്ങനെയാണ്, പെട്ടെന്നൊരു പ്രശ്നം ഉണ്ടാകുമ്പോൾ നമ്മൾ ടെൻസ്ഡ് ആയി പോകും. ഇറ്റ്സ് ഓക്കെ, ആ ഒരു മൊമെന്റിൽ ടെൻസ്ഡ് ആവുക, ദേഷ്യം വരിക, കരയുക, ഇതെല്ലാം നോർമലാണ്. നമ്മളൊക്കെ ഹ്യൂമൻ ബീങ്സ് അല്ലേ, ഇത്തരത്തിലുള്ള റിയാക്ഷൻസ് ഒക്കെ നോർമലാണ്. പക്ഷെ ആ ഒരു സിറ്റുവേഷൻ ഒരു ഫ്യൂ മിനിറ്റ്സ് അല്ലെങ്കിൽ കുറച്ച് നേരം കൊണ്ട് നമ്മൾ ഉൾക്കൊണ്ട് അതൊന്ന് അടുത്ത സൊല്യൂഷൻ കണ്ടെത്തി മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. സോ വെനെവർ ദർ ഇസ് എ മിസ്റ്റേക്ക്, അതൊരു സ്റ്റെപ്പിംഗ് സ്റ്റോൺ. ഓക്കെ, ഇറ്റ് ഹാപ്പൻഡ്, ശരി, ഇനി അത് ആവർത്തിക്കാതിരിക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം. തേർഡ് ഈസ് ടേണിംഗ് ക്രിറ്റിസിസം ഇൻ ടു കൺസ്ട്രക്റ്റീവ് ഇൻസൈറ്റ് എന്നുള്ളത്. നമ്മൾ എന്ത് ചെയ്യുമ്പോഴും നമ്മളെ ക്രിട്ടിസൈസ് ചെയ്യുന്ന ആളുകൾ ഉണ്ടാവും അല്ലെ? എന്ത് ചെയ്യുമ്പോഴും. ഇപ്പൊ ഇതിൽ തന്നെ ചില ആളുകൾ ഉണ്ടാവും, ഇത്രയും രാവിലെ എണീച്ചിട്ട് ഇങ്ങനെ ക്ലാസ് ഒക്കെ കേൾക്കാതിരിക്കുമ്പോൾ വീട്ടിൽ നിന്ന് പറയും വേറെ പണിയൊന്നുമില്ലേ രാവിലെ എണീച്ച് അല്ലെ? ആർക്കെങ്കിലും അനുഭവം ഉണ്ടോ അങ്ങനെ? രാവിലെ എണീച്ചിട്ട് വേറെ പണിയൊന്നുമില്ല ഇതിനിരിക്കാൻ, അങ്ങനെ പറയും ആളുകൾ. പറഞ്ഞോട്ടെ, നമ്മൾ എന്താ ചെയ്യേണ്ടത്? അത്തരത്തിലുള്ള ക്രിറ്റിസിസം വരുമ്പോൾ നമ്മൾ ചിന്തിക്കുക വേണ്ടത് എന്ത്, ആ പറയുന്ന കാര്യങ്ങൾ നല്ലതുണ്ടോ, നമ്മൾ തിരുത്താനുള്ള വകയുണ്ടോ?
നമുക്ക് മാറ്റം വരുത്താനുള്ളതുണ്ടോ, ഗ്രോ ചെയ്യാനുള്ളതുണ്ടോ എന്നുള്ളത്. അവര് പറയുന്നത് ക്രിറ്റിസിസത്തിൽ എന്തെങ്കിലും ഗുണമുണ്ട് എന്ന് തോന്നുകയാണ്. അല്ലെ? ഇപ്പൊ ഞാനിപ്പോ ഇന്ന് ക്ലാസ് എടുത്തു. അപ്പൊ നാളെ എന്നോട് ഒരാൾ പറയണേ, ആ അർച്ചന ക്ലാസ് എടുത്തത് ശരിയായില്ല, അല്ലെങ്കിൽ ആ ഉദാഹരണം പറഞ്ഞത് ശരിയായില്ല കേട്ടോ. നമ്മളത് വെൽക്കം ചെയ്യാൻ പഠിക്കുക. അത് നമ്മൾ തിങ്ക് ചെയ്യുക, അവരെന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞത് എന്നുള്ളത്. നമ്മൾ തിങ്ക് ചെയ്തു. എല്ലാ ക്രിറ്റിസിസവും നമ്മുടെ ഗ്രോത്തിന് വേണ്ടിയിട്ടല്ല, ആണോ? അല്ല. എല്ലാ ക്രിറ്റിസിസവും അതെ ഉൾക്കൊള്ളേണ്ടതാണെങ്കിൽ നമ്മൾ ഉൾക്കൊള്ളുക, അല്ലാത്തതാണെങ്കിൽ നമ്മൾ തള്ളിക്കളയും. അതിനൊന്നും നമ്മൾ എന്താണ് ഡൗൺ ആവേണ്ട ആവശ്യമില്ല. എന്ത് കാര്യമായിക്കോട്ടെ, എന്തൊരു കാര്യവും മറ്റൊരാള് ക്രിട്ടിസൈസ് ചെയ്യുക എന്നുള്ളത് സ്വാഭാവികമാണ്. അത് ഈ പറഞ്ഞ മാതിരി രാജീവൻ പറഞ്ഞ മാതിരി ഉൾക്കൊള്ളാൻ പറ്റുന്നതാണെങ്കിൽ ഉൾക്കൊള്ളാൻ, ഇല്ലെങ്കിൽ വേണ്ട. പക്ഷെ മറ്റൊരാളുടെ വാക്കുകൾ നമ്മളെ തളർത്താനുള്ള ഒരു ഇതാവരുത്, അല്ലെ? മറ്റൊരാള് തളർത്തുമെന്ന നമ്മൾ തളരുന്നുണ്ട് എന്ന് കാണുമ്പോൾ വീണ്ടും തളർത്താനുള്ള ഒരു ഇൻട്രസ്റ്റ് അവർക്ക് കൂടും. അപ്പൊ തളരുന്നുണ്ട് എന്ന് തോന്നിക്കാതിരിക്കുക എന്നുള്ളത് നമ്മുടെ ഡ്യൂട്ടിയാണ്. സോ ക്രിറ്റിസിസം വരുമ്പോൾ അതിന്റെ നല്ല ഭാഗം എടുത്ത് ഉൾക്കൊണ്ട് അത് വേണമെന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് മാറ്റം വരുത്താം, ഇല്ലാന്നുണ്ടെങ്കിൽ അതങ്ങ് വിട്ടേക്കാം. ഓ അവരങ്ങനെ പറഞ്ഞോട്ടെ, അതിനെന്താ. ഞാൻ പിള്ളേരോടൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്. നമ്മളെ ഒരാൾ കളിയാക്കി, നമ്മളെ ഒരാൾ എന്തെങ്കിലും പറഞ്ഞു, അതിലെന്തെങ്കിലും കാര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ അത് നമ്മൾ ശ്രദ്ധിക്കുക. അത് അല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യുക? നമ്മുടെ ദേഹത്ത് പറ്റുന്നുണ്ടോ? മറ്റൊരാൾ പറയുന്ന സാധനം എന്തെങ്കിലും നമ്മുടെ ദേഹത്ത് പറ്റുന്നുണ്ടോ? മുറിവുണ്ടാക്കുന്നുണ്ടോ? ഇല്ല. മനസ്സിന് ചിലപ്പോൾ ഒരു സങ്കടം ഉണ്ടാക്കും, അല്ലേ? എന്നാൽ പോലും നമ്മൾ എന്ത് ചെയ്യും? നമ്മളിൽ മാറ്റങ്ങൾ വരുന്നില്ല, നമുക്കൊന്നും ഫിസിക്കലി സംഭവിക്കുന്നില്ല. ജസ്റ്റ് ഇഗ്നോർ, ലേൺ ടു ഇഗ്നോർ. ഓക്കെ. ആൻഡ് ഫൈനലി ബിൽഡിംഗ് റിസൈലൻസ് ത്രൂ ടഫ് ടൈംസ് എന്നുള്ളതാണ്. ജീവിതത്തിൽ ടഫ് ടൈം ഉണ്ടാവുമ്പോൾ അതൊന്ന് ഉയർത്തെണീറ്റ് നമ്മൾ മുന്നോട്ട് വന്ന് നോക്കി. എല്ലാ ആളുകളുടെ കാര്യങ്ങളും എടുത്ത് നോക്കും. ഇപ്പൊ നമ്മൾ കാണുന്ന മിക്ക ആളുകളുടെ കാര്യങ്ങളും അവര് ജീവിതത്തിന്റെ പോസിറ്റീവ് വശങ്ങൾ അവരങ്ങനെ ചെയ്തു, ഇങ്ങനെ ചെയ്തു എന്നൊക്കെ ലൈഫിൽ പറയുമ്പോൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അവർക്കൊക്കെ ഉണ്ടാവും ഒരു പഴയ സ്റ്റോറി പറയാൻ വേണ്ടിയിട്ട്. മിക്കവർക്കും ഉണ്ടാവും, അല്ലെ? അവര് എങ്ങനെയാണ് ആ നെഗറ്റീവ് സിറ്റുവേഷൻസിൽ നിന്ന് വളർന്ന് ഈ ഒരു നിലയിലേക്ക് എത്തിയത് എന്നുള്ളതിന് എല്ലാവർക്കും കഥകളുണ്ടാവും. സോ ഇറ്റ് ഇസ് ഫോർ അസ്. നമ്മൾ ഇപ്പം സാധാരണയുള്ള റുട്ടീനിൽ നിന്ന് നമ്മൾ ഈ ഒരു റുട്ടീനിലേക്ക് കൊണ്ടുവന്നപ്പോ നമുക്കും ഉണ്ടായിരുന്നില്ലേ കുറെ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാറ്റാൻ? നേരത്തെ എണീക്കാൻ പറ്റാത്തതാവാം, സമയം കിട്ടാത്തതാവാം, അങ്ങനെ പല കാര്യങ്ങളും നമ്മൾ അതിൽ നിന്ന് മാറ്റി. അത് ഒരു കുഞ്ഞു കാര്യമാണ് ഞാൻ പറഞ്ഞത്. പക്ഷെ ലൈഫിൽ വലിയ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുമ്പോൾ അതൊന്നും നമ്മൾ മുന്നോട്ട് വരിക. അപ്പൊ ഓട്ടോമാറ്റിക്കലി എന്താണ്, നാളെ നമ്മൾ മറ്റൊരാൾക്ക് എന്തായി മാറുന്നു? ഇൻസ്പിരേഷനായി മാറും. നമ്മൾ ആരിൽ നിന്നെങ്കിലുമൊക്കെ ചിലപ്പോൾ ഇൻസ്പയർഡ് ആയിട്ടായിരിക്കും മാറ്റങ്ങൾ വരുത്തുന്ന ലൈഫിൽ. നാളെ നമ്മൾ ലൈഫിൽ ചെയ്ത പല കാര്യങ്ങളും മറ്റൊരാൾക്ക് ഇൻസ്പിരേഷനായി മാറും. അപ്പൊ എപ്പോഴും നമ്മൾ അത്തരത്തിലുള്ള ഒരു വീഴ്ചയിൽ നിന്ന് ഉയരാൻ നോക്കണം. ഉയരാൻ നോക്കുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? നമ്മുടെ നല്ലതിന് വേണ്ടിയിട്ടും. അതേപോലെ തന്നെ നമ്മൾ ഓട്ടോമാറ്റിക്കലി എന്താവുന്നു? ഒരുപാട് ആളുകൾക്ക് മാതൃകയാവാണ്, അല്ലെ? നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ലേ? നമുക്ക് എന്തെങ്കിലുമൊക്കെ വയ്യായൊക്കെ വന്നു, അല്ലെങ്കിൽ നമുക്ക് ചെറിയ കാര്യങ്ങളൊക്കെ മടുത്തു എന്ന് തോന്നുമ്പോൾ നമ്മുടെ മുന്നിൽ കാണുന്ന ആൾക്ക് ചിലപ്പോൾ രണ്ട് കൈയും ഉണ്ടാവില്ല, വളരെ മനോഹരമായ കാലുകൾ കൊണ്ട് ചിത്രം വരയ്ക്കുന്നുണ്ടാവും. കാണാറില്ലേ? നമുക്കൊക്കെ ചിലപ്പോൾ സങ്കടം വരുമ്പോഴൊക്കെ നമ്മൾ ചിലപ്പോൾ സോഷ്യൽ മീഡിയയിലും ഇൻസ്റ്റാഗ്രാമിലും ഒക്കെ അങ്ങനത്തെ വീഡിയോസ് ആയിരിക്കും കാണുന്നത്. അപ്പൊ ആലോചിച്ച് നോക്കി, ദൈവം നമുക്ക് രണ്ട് കൈ തന്നിട്ടുണ്ട്, അവരെക്കാൾ കൂടുതൽ എന്തൊക്കെ കാര്യം നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷെ എന്നാൽ പോലും നമ്മൾ അത് ചിന്തിക്കില്ല. വീഴ്ചകൾ നോർമലാണ്. അതിൽ നിന്ന് എങ്ങനെയാണ് നമ്മൾ അതിനെ കാണുന്നത്, എങ്ങനെയാണ് നമ്മൾ അതിനെ ജീവിതത്തിൽ എന്താ പറയുക സ്ട്രെങ്ത് ആയി മാറ്റുന്നത് എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. ഒരുപാട് വഴികളുണ്ട്, അല്ലെ? നെഗറ്റീവ് സിറ്റുവേഷൻസിനെ പോസിറ്റീവായി മാറ്റാൻ ഒരുപാട് വഴികളുണ്ട്. അതിലൊരു 3 പവർഫുൾ ആണെന്ന് തോന്നുന്ന 3 വേസ് നമുക്കൊന്ന് സംസാരിച്ചു നോക്കാം. ഫസ്റ്റ് വൺ ഇസ് റീഫ്രെയിമിങ് യുവർ തോട്ട്സ് എന്ന് പറഞ്ഞു. നെഗറ്റീവ് സിറ്റുവേഷൻസിൽ നമ്മുടെ ചിന്താഗതികളെ മാറ്റുക എന്നുള്ളതാണ് നമുക്ക് ഒരു പവർഫുൾ ടൂൾ ആയിട്ടുള്ളത്. ഫോർ എക്സാമ്പിൾ, ഇപ്പൊ നമ്മുടെ മക്കൾ കളിക്കുകയാണ്, വീണു എന്ന് വിചാരിക്കാം. വീണ് അവര് കൈ ഒടിഞ്ഞുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ പാരന്റ്സ്, എസ്പെഷ്യലി അമ്മമാരെന്താ പറയാ? നോക്കി കളിച്ചൂടെ, എന്ത് കാണിക്കായിരുന്നു, അല്ലെ? കണ്ടില്ലേ ഇപ്പൊ കൈ ഒടിഞ്ഞത്, ഇനിയിപ്പോ എന്ത് ചെയ്യും?
അങ്ങനെ നമ്മൾ കുറേ പ്രശ്നങ്ങൾ പറയും, ബഹളം ഉണ്ടാക്കും, കരയും. അതൊരു നോർമൽ ഇമോഷനാണ്. പക്ഷെ അതിനെ തന്നെ ചിലവരുടെ ഒരു നേച്ചർ ഉണ്ട്. എന്താണ്? കണ്ടില്ലേ അവന്റെ കൈ ഒടിഞ്ഞത് കണ്ടില്ലേ, ഇനിയിപ്പോ എന്ത് ചെയ്യാനാണ്, 8 ദിവസം ക്ലാസ്സിൽ പോയില്ല, അങ്ങനെയാണ് ഇങ്ങനെ. നമ്മളിതിങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. ആ മൊമെന്റിൽ എല്ലാവർക്കും വിഷമം വരും, സങ്കടം വരും, ദേഷ്യം വരും. ഇറ്റ്സ് നോർമൽ. പക്ഷെ സം പീപ്പിൾ ഹാവ് ദ ഹാബിറ്റ് ഓഫ് റിപ്പീറ്റിംഗ് ഇറ്റ്. എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും. ഇനിയിപ്പോ ഒന്നും വേണ്ട, അവന്റെ കൈ ശരിയായി എന്ന് തന്നെ ഇരിക്കട്ടെ, എന്നാലും പറയും, ഓ കഴിഞ്ഞ ദിവസം കൈ ഒടിഞ്ഞിട്ട് എനിക്ക് വയ്യാണ്ടായി. പക്ഷെ എപ്പോഴെങ്കിലും നമ്മൾ അതിനെ ഒന്ന് റീഫ്രെയിം ചെയ്ത് തിങ്ക് ചെയ്ത് നോക്കി, ഇടത്തെ കൈയാണ് ഒടിഞ്ഞതെന്നിരിക്കാം, എങ്ങനെ ചിന്തിക്കാം? ഭാഗ്യം വലത്തെ കൈ ഒടിയാത്തത്. വലത്തെ കൈ ഒടിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ എല്ലാത്തിനും ബുദ്ധിമുട്ടായേനെ. ഇടത്തെ കൈ ആയതുകൊണ്ട് ഇത്രയ്ക്കെങ്കിലും ഇത്രയല്ലേ പറ്റിയുള്ളൂ, അല്ലെ? അങ്ങനെ റീഫ്രെയിം ചെയ്യാം. ജസ്റ്റ് ഒരു ഹെയർ ലൈൻ ക്രാക്ക് ആണെന്ന് വിചാരിക്കാം. അപ്പൊ നമുക്ക് എന്ത് വിചാരിക്കാം? ഭാഗ്യം കൈ ഒടിയാത്തത്. ഇനി കൈ ഒടിഞ്ഞാൽ വിചാരിക്കാം, ഭാഗ്യം സർജറി ഒന്നും ചെയ്യേണ്ടി വന്നില്ല. ഇപ്പൊ ഇന്നലെ രാത്രി ഉറങ്ങണം മുമ്പ് ഞാൻ കണ്ടതാണ്. സ്റ്റാറ്റസ് ഇങ്ങനെ നോക്കുമ്പോൾ എന്റെ സ്റ്റുഡന്റ്, അവന്റെ ഫ്രണ്ട്സ്, അവര് ക്ലാസ് ബാച്ച്മേറ്റ് ഒക്കെ ഇങ്ങനെ കുറച്ചുപേര് കൂടുന്നു, ഇവന്റെ കൈ ഒടിഞ്ഞിരിക്കുന്നു. അപ്പൊ ഞാൻ ചോദിച്ചു, ഇത് എന്താ പറ്റി എന്ന് ചോദിച്ചപ്പോ എന്താണ്, അവർ ടൂറ് പോയതാണ് നെല്ലിയാമ്പതി. ടൂറൊക്കെ കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് ചെക്കൗട്ട് ചെയ്ത് ഹോട്ടലിന്റെ അപ്പുറത്ത് ഇങ്ങനെ ഒരു സ്റ്റെപ്സിന്റെ അങ്ങോട്ടേക്ക് ഇറങ്ങുമ്പോൾ വഴുക്കി വീണു, കൈ ഒടിഞ്ഞു. കൈ ഒടിഞ്ഞു എന്ന് മാത്രമല്ല, കൈ ശരിക്കും ബോണ് രണ്ടായിട്ട് ഒടിഞ്ഞിതായി പോയി. നെല്ലിയാമ്പതിന്ന് പാലക്കാട് കൊണ്ടുവന്നു, പാലക്കാട് നിന്ന് തൃശ്ശൂർ ദയയിലേക്ക് കൊണ്ടുവന്നു, സർജറി കഴിഞ്ഞു, 3 ദിവസം ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു, വീട്ടിലേക്ക് വന്നു. അപ്പൊ ആ എക്സ്ട്രീം വരിയിൽ ഒന്നും എന്താ പറയുന്നത്, പ്രെഡിക്റ്റബിൾ അല്ല, അല്ലെ? പെട്ടെന്ന് എന്ത് സംഭവിക്കാം, അത്രയും സംഭവിച്ചു. അപ്പൊ അത് വെച്ച് കമ്പയർ ചെയ്ത് ആലോചിക്കുമ്പോൾ എന്താണ്, ഓ കൈയൊന്ന് ഹെയർ ലൈൻ അല്ലേ ഉള്ളൂ, ഇടത്തെ കൈയല്ലേ ഒടിഞ്ഞുള്ളൂ, ഭാഗ്യം കാലൊടിയാത്ത. കൈ ഒടിഞ്ഞാൽ എന്നെ കൊച്ചിനെ തൂക്കിക്കൊണ്ട് നടക്കണ്ട, കൊച്ചു തന്നെ വാഷ്റൂമിലേക്ക് പോയിക്കോളും. കാലൊടിഞ്ഞാലോ കൊണ്ട് നടക്കണ്ടേ? സോ എവറി നെഗറ്റീവ് സിറ്റുവേഷൻസ് നമ്മൾ ഫ്രെയിം ചെയ്യുന്നതിൽ ആണ് നമ്മുടെ പ്രോബ്ലം കിടക്കുന്നത്. നമ്മുടെ പ്രോബ്ലം കിടക്കുന്ന എവിടെയാണ്? നമ്മൾ ഫ്രെയിം ചെയ്യുമ്പോൾ എത്രത്തോളമാണ് അതിനെ നമ്മൾ നെഗറ്റീവായിട്ട് കാണുന്നത് എന്നുള്ളതാണ്. ആ നെഗറ്റീവ് സിറ്റുവേഷനിലെ പോസിറ്റീവ് വശത്തെ കാണാൻ തുടങ്ങി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് പുറത്തോട്ട് കിടക്കാൻ പറ്റും, അല്ലെ? ഞാനൊരു സിറ്റുവേഷൻ പറയാം. ഒരു കുട്ടി, ആ കുട്ടിക്ക് ഒരു 4-5 വയസ്സ്. 4-5 വയസ്സുള്ളപ്പോ കുട്ടിയുടെ അമ്മ മരിക്കുകയാണ്. അമ്മ മരിക്കണം. അപ്പൊ അമ്മയില്ലാതെയാണ് കുഞ്ഞിനെ അച്ഛൻ നോക്കി വളർത്തുന്നത്. അച്ഛനും 2 സഹോദരങ്ങളും നോക്കി വളർത്തുന്നത്. ഈ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഈ കുട്ടിയുടെ അച്ഛനും മരിക്കുകയാണ്. അമ്മ 5 വയസ്സിൽ മരിക്കുന്നു, അച്ഛൻ 10 വയസ്സിൽ മരിക്കുന്നു. ഒരു പെൺകുഞ്ഞാണ്. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ കുട്ടിയുടെ തോട്ട് പ്രോസസ് എങ്ങനെയായിരിക്കും? എന്തായിരിക്കും? ഈ കുട്ടി നോർമൽ ആയിരിക്കുമോ? പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്ത് ജീവിക്കാൻ പറ്റുമോ? വാട്ട് ഡു പീപ്പിൾ തിങ്ക്? ആരുമില്ല. ഒരു 5 വയസ്സ് 10 വയസ്സ് പ്രായമുള്ളപ്പോൾ മാതാപിതാക്കളൊക്കെ നഷ്ടപ്പെട്ടു പോവുകയാണ്. ആകെയുള്ളത് കൂടെയുള്ളത് 2 സഹോദരന്മാരാണ്. എങ്ങനെയായിരിക്കും ഈ കുട്ടിയുടെ ലൈഫ് എങ്ങനെ കൊണ്ടുപോകാൻ പറ്റും മുന്നോട്ട്? പോസിറ്റീവ് തിങ്കിങ് ഉണ്ടാവും അവിടെ? പോസിറ്റീവ് തിങ്കിങ്ങിന് എന്തെങ്കിലും സ്കോപ്പ് ഉണ്ടോ? അത് പറഞ്ഞ ആരെങ്കിലും എന്തെങ്കിലും സ്കോപ്പ് ഉണ്ടോ? ഇങ്ങനെ ഒരു വ്യക്തിക്ക് ജീവിക്കാൻ എന്തെങ്കിലും സ്കോപ്പ് ഉണ്ടോ? ഇല്ല. പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ ഒന്നും ഉണ്ടാവില്ല, അല്ലെ? മറിച്ച് അഭിപ്രായം ഉണ്ട് ആർക്കെങ്കിലും? സിറ്റുവേഷൻ ഒന്നും കൂടെ പറയാൻ പറ്റുമോ? സിറ്റുവേഷൻ ഒരു കുട്ടിക്ക് 5 വയസ്സുള്ള ഒരു കുട്ടി, 5 വയസ്സുള്ള ഒരു പെൺകുട്ടി, ആ കുട്ടിയുടെ അമ്മ മരിക്കുന്നു. ഓക്കെ, ആ കുട്ടിക്ക് അച്ഛനും 2 സഹോദരങ്ങളാണ് ഉള്ളത്. അത് കഴിഞ്ഞപ്പോൾ 10 വയസ്സാകുമ്പോഴേക്കും അച്ഛനും മരിക്കുന്നു. സഹോദരങ്ങൾ മാത്രമേ ഉള്ളൂ. ആ കുട്ടിക്ക് പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ ലൈഫിൽ എന്താണ് ഉള്ളത്? പോസിറ്റീവായിട്ട് ഇപ്പൊ വളരുന്ന പ്രായമല്ലേ, 5 വയസ്സ് 10 വയസ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ വളർന്ന് വലുതാവുന്ന പ്രായമാണ്. ആ കുട്ടിക്ക് ലൈഫിലെ പോസിറ്റീവ്നെസ് എടുക്കാൻ എന്തെങ്കിലും ഉണ്ടാവുമോ? മനസ്സിലായി? സിറ്റുവേഷൻ മനസ്സിലായില്ലേ സാറിന്? സിറ്റുവേഷൻ മനസ്സിലായി. അതിന് ഞാൻ സംബന്ധിച്ചോളായി ആരെങ്കിലും ഒന്ന് ബ്രെയിൻ വാഷ് ചെയ്താൽ സെറ്റ് ആവുന്നതേ ഉള്ളൂ. നല്ല ബ്രെയിൻ വാഷ് കൊടുത്തു കഴിഞ്ഞാല് അതായത് പോസിറ്റീവായിട്ട് കൊടുത്തു കഴിഞ്ഞാല് ആ സഹോദരങ്ങൾക്ക് ഇനി നിങ്ങളെ ഉള്ളൂ എന്നുള്ളൊരു തോട്ട് അതിന്റെ മൈൻഡിലേക്ക് കൊടുത്താല് ഓക്കെ ആവും.
ഓക്കെയോ? അപ്പൊ ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സഹോദരങ്ങളുണ്ട്. ഒരു 10 വയസ്സായുള്ള കുട്ടി അല്ല അങ്ങനെ ചിന്തിക്കാം. അപ്പൊ പോസിറ്റീവായിട്ട് ചിന്തിക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ എല്ലാ പ്രശ്നങ്ങളും വരും അല്ലെ? സാമ്പത്തികമായ ബുദ്ധിമുട്ട് വരും. സാമ്പത്തികമായി ബുദ്ധിമുട്ടുകൾ വരും. അതുപോലെ തന്നെ ലൈഫിൽ പല ഘട്ടങ്ങളിലും പല ആവശ്യങ്ങളും വരും വളർന്നുകൊണ്ടിരിക്കുമ്പോൾ. അപ്പൊ ഓട്ടോമാറ്റിക്കലി ഈ ഒരു കാര്യം ഇപ്പൊ മൻസാർ പറഞ്ഞ പോലെ ബ്രെയിൻ വാഷ് ചെയ്യാം നമുക്ക്. സഹോദരങ്ങൾ ഉണ്ടല്ലോ എന്നുള്ളത്. വേറൊരു രീതിയിലും ബ്രെയിൻ വാഷ് നടക്കും. സഹോദരങ്ങളേ ഉള്ളൂ അല്ലോ എന്നുള്ളത്. നമുക്കിനി വേറെ ആരും ഇല്ലല്ലോ. നിങ്ങൾക്കിനി അച്ഛനും അമ്മയും ഇല്ലല്ലോ, എങ്ങനെ ജീവിക്കും? അങ്ങനെയും വരും അല്ലെ? സൊസൈറ്റി രണ്ട് രീതിയിലും വരും. Now, ഈ കുട്ടി ചിന്തിച്ച ഒരു രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നോർമലായി എല്ലാവരും ചിന്തിക്കുന്ന പോലെ തന്നെ ഈ കുട്ടിയും ചിന്തിച്ചത് എന്താണ്? ഓ, ദൈവം എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടോ? എന്താ കാര്യം ലൈഫിൽ? ലൈഫിൽ എന്തെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റുമോ? അച്ഛനില്ല, അമ്മയില്ല. സ്കൂളിലേക്ക് ചെല്ലുമ്പം എല്ലാവരുടെയും ഉച്ച സമയമാകുമ്പോൾ പാരന്റ്സ് വരുന്നു അല്ലെ? ഭക്ഷണം വാരി കൊടുക്കുന്നു. കുട്ടി കാണുന്ന ചുറ്റും അങ്ങനത്തെ കാര്യങ്ങളാണ്. സ്കൂൾ വിട്ട് പോവാൻ നേരത്ത് അച്ഛൻ വിളിക്കാൻ വരുന്നു. അപ്പോ കുട്ടി ചുറ്റും കാണുന്ന കാര്യങ്ങൾ എന്താണ്? കുട്ടിയെ നെഗറ്റീവായിട്ട് തളർത്തുന്ന കാര്യങ്ങളാണ് അല്ലെ? നമ്മുടെ സൊസൈറ്റിയിൽ അങ്ങനെ തന്നെയല്ലേ? നോർമൽ ആയിട്ടുള്ള കാര്യമല്ലേ അത്? അമ്മ കുട്ടീനെ സ്നേഹിക്കുന്നു, അച്ഛൻ കുട്ടീനെ സ്നേഹിക്കുന്നു. അപ്പൊ സ്വാഭാവികമായിട്ട് അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട ഒരാൾക്ക് പോസിറ്റീവായിട്ട് തിങ്കിങ് ഒന്നും ഉണ്ടാവില്ല, നെഗറ്റീവായിട്ട് തിങ്ക് ചെയ്യും. സ്വാഭാവികമായിട്ട് തളർന്നു പോകും അല്ലെ? പക്ഷെ ഇവിടെ ഈ കുട്ടി ചിന്തിച്ച ഒരു കാര്യമുണ്ട്. ആദ്യം എല്ലാരെയും പോലെ തന്നെ കുട്ടി ചിന്തിച്ചത്. കുട്ടി ദൈവത്തിൽ നിന്ന് വിശ്വാസം വിട്ടു. കുട്ടിക്ക് വെറുപ്പായി ലൈഫിനോട്. എന്താണ് എന്റെ ലൈഫ് മാത്രം ഇങ്ങനെ? ആളുകൾക്ക് അച്ഛൻ മരിച്ചാൽ അമ്മയുണ്ടാവും, അമ്മ മരിച്ചാൽ അച്ഛനുണ്ടാവും. എനിക്ക് മാത്രം എന്താണ് അച്ഛനും ഇല്ല, അമ്മയും ഇല്ല. ഇങ്ങനത്തെ ഒരു ലൈഫ്. ചേട്ടന്മാരും അധികം പ്രായമൊന്നും ആയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് എല്ലാ കുട്ടികളെ പോലെയും ഈ കുട്ടി ചിന്തിച്ചത്. അത് കഴിഞ്ഞിട്ട് ഈ കുട്ടി ചിന്തിച്ചൊരു കാര്യമുണ്ട്. അച്ഛനും അമ്മയും ഇല്ല, ശരി. ഇപ്പൊ നിങ്ങൾ പറഞ്ഞ മാതിരി സഹോദരങ്ങളും ഇല്ലെങ്കിലോ? ഇനി നോക്കാത്ത സഹോദരങ്ങളാണെങ്കിലോ? ഒരു ചെറിയ ഈ പ്രായത്തിലുള്ള കുട്ടിക്ക് ഈ നമ്മുടെ സൊസൈറ്റിയിൽ നോർമലി ജീവിക്കാൻ പറ്റുമോ? ഒരു പ്രശ്നങ്ങളോ ബുദ്ധിമുട്ടുകളോ ഒന്നും ഇല്ലാതെ ജീവിക്കാൻ പറ്റും. നമ്മൾ കാണുന്നില്ലേ അനാഥരായിട്ടുള്ള കുട്ടികള്, അച്ഛനമ്മയും ഉപേക്ഷിക്കുന്ന കുട്ടികള്, അവരൊക്കെ എങ്ങനെയാണ് ജീവിക്കുന്നത് അല്ലെ? അവർക്ക് ഒരു തരത്തിലുള്ള പ്രൊട്ടക്ഷനും ഇല്ലാതെ, സേഫ് അല്ലാതെ പല എന്താ പറയുക, ശരിയല്ലാത്ത സാഹചര്യങ്ങളിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഒരു സ്റ്റേജ് കഴിഞ്ഞപ്പോൾ അവിടുത്തെ പോസിറ്റിവിറ്റി എന്തായിരുന്നു എന്ന് വെച്ച് കഴിഞ്ഞാല് മറ്റുള്ളവരെ കമ്പയർ ചെയ്യുമ്പോൾ അപ്പൊ എങ്ങനെയുള്ള ആളുകളെയാണ് നമ്മൾ കമ്പയർ ചെയ്യേണ്ടത്? അതാണ് ഞാൻ പറഞ്ഞു വന്നത്. എങ്ങനെയുള്ള ആളുകളെയാണ് നമ്മൾ നെഗറ്റിവിറ്റി വരുമ്പോൾ കമ്പയർ ചെയ്യേണ്ടത്? നമ്മളെക്കാൾ പ്രതിസന്ധി നേരിടുന്ന നമ്മളെ ഹലോ നമ്മളെക്കാൾ ഡൗൺ ആയിട്ടുള്ള ആളുകളുമായിട്ട് നമ്മൾ കമ്പയർ ചെയ്യാം. അതെ, നമ്മളെക്കാൾ ഡൗൺ ആയിട്ടുള്ള ആളുകളെ, നമ്മളെക്കാൾ പ്രശ്നങ്ങൾ നേരിടുന്ന വ്യക്തികളെ നമ്മൾ കണ്ടെത്താൻ തുടങ്ങിയാൽ നമ്മുടെ ലൈഫ് ഈസ് വെരി ഈസി, സ്മൂത്ത് ആണ്. ഇപ്പൊ ഞാൻ ഈ പറഞ്ഞു വന്ന കുട്ടി വേറെ ആരുമല്ല, ഞാൻ തന്നെയാണ്. എനിക്ക് 5 വയസ്സിലെ അമ്മയും 10 വയസ്സിലെ അച്ഛനെയും നഷ്ടപ്പെട്ടതാണ്. എനിക്കും സാധാരണ കുട്ടികളെ ഉള്ള പോലെ തന്നെ ഭയങ്കര ഇമോഷണൽ പ്രശ്നങ്ങളായിരുന്നു, സങ്കടങ്ങളായിരുന്നു. ആളുകളൊക്കെ നമ്മളടുത്ത് ചോദിക്കുമല്ലോ, അച്ഛൻ എന്ത് ചെയ്യുന്നു, അമ്മ എന്ത് ചെയ്യുന്നു എന്ന് ചോദിക്കുമ്പോൾ അമ്മയില്ല. അപ്പൊ ഉടനെ അച്ഛൻ എന്ത് ചെയ്യുന്നു, അച്ഛനും ഇല്ല. അപ്പൊ ഓട്ടോമാറ്റിക്കലി ആളുകൾ പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട്, ഓ ഐ എം റിയലി സോറി. ഞാൻ ആലോചിക്കും, വൈ ഷുഡ് ദേ ബി സോറി അല്ലെ? അപ്പൊ ഞാൻ ഒരു പ്രായം കഴിയുമ്പോൾ ഞാൻ ചോദിക്കും, വൈ ഷുഡ് യു ബി സോറി? നിങ്ങൾക്ക് അറിയില്ലല്ലോ, അറിയാത്തൊരു കാര്യമല്ലേ നിങ്ങൾ ചോദിക്കുന്നത്. ബട്ട് ഞാൻ അതിൽ പോസിറ്റിവിറ്റി കാണാൻ തുടങ്ങി. ഞാനും നെഗറ്റീവ് ആയിരുന്നു, എനിക്കും ഭയങ്കര നെഗറ്റീവ് ആയിരുന്നു, വിഷമങ്ങളായിരുന്നു എന്നും. ഇപ്പോഴും ഇല്ലെന്നല്ല പറഞ്ഞു, നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ വരുമ്പോൾ നമ്മൾ ആ ഒരു നഷ്ടം നമ്മളെ ബുദ്ധിമുട്ടിപ്പിക്കും, വിഷമമുണ്ടാവും. പക്ഷെ ഞാൻ ഇപ്പോഴും ചിന്തിക്കുന്ന അതിന്റെ പോസിറ്റീവ് വശമാണ്. അന്ന് ആ കാലത്ത് ഈ പറഞ്ഞ പോലെ സഹോദരങ്ങളും ഇല്ലായിരുന്നെങ്കിൽ, ഞാൻ ഒറ്റ കുട്ടിയായിരുന്നെങ്കിൽ, എന്നെ ഏറ്റെടുക്കാൻ ആരും ഇല്ലായിരുന്നെങ്കിൽ, ഞാൻ ആ രീതിയിലാണ് ചിന്തിക്കുക. ഞാൻ ഏതെങ്കിലും അനാഥാലയത്തിൽ പോയി പെട്ടിരുന്നെങ്കിൽ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും തെറ്റായ ഒരു സിറ്റുവേഷനിൽ പോയി പെട്ടിരുന്നെങ്കിൽ, നമ്മൾ അങ്ങനത്തെയൊക്കെ കാര്യങ്ങൾ ആലോചിച്ച് തുടങ്ങിയപ്പോഴാണ് there started പോസിറ്റിവിറ്റി ഇൻ മൈ ലൈഫ്. അതുവരെ ഈ പറയുന്ന പോലെ ഞാനും നെഗറ്റീവ് ചിന്തയായിരുന്നു. എന്താ പറയുന്നത്, ഒരു 8ാം ക്ലാസ് 10ാം ക്ലാസ് പ്രായമൊക്കെ വരുന്നവരെ ഈ പറഞ്ഞ പോലെ എനിക്ക് ഭയങ്കര നെഗറ്റീവ് ചിന്തകളായിരുന്നു. ഐ യൂസ് ടു ഓൾവേസ് കമ്പയർ മൈസെൽഫ് വിത്ത് ചിൽഡ്രൻ ഹു ഹാവ് ദിയർ പാരന്റ്സ് ആൻഡ് ദേ ഗെറ്റ് ലൗഡ്. അപ്പൊ നമ്മുടെ മുമ്പിൽ തന്നെ അവർ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്ന പാരന്റ്സ് ഉള്ള കുട്ടികളെ കാണുമ്പം നമുക്ക് സ്വാഭാവികമായിട്ട് തോന്നുന്ന വിഷമം, അസൂയ എല്ലാം എനിക്കും ഉണ്ടായിരുന്നു. പക്ഷെ പിന്നെ ഞാൻ ചിന്തിച്ചു തുടങ്ങിയത് മറ്റേ ഭാഗമാണ്. ഇതുപോലും ഇല്ലാത്ത ഒരാളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ
ജസ്റ്റ് ഇമാജിൻ മൈ ലൈഫ്. ഞാൻ എത്ര ബ്ലെസ്ഡ് ആണ് അല്ലെ. ഇന്നിപ്പോ ഈ ഒരു ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞ് ഈ ഏജിൽ ഇരുന്നു ഞാൻ പഠിച്ചു, എന്നെ പഠിപ്പിച്ചു എന്റെ ബ്രദേഴ്സ്. അപ്പൊ അതിൽ നിന്നൊക്കെ വന്നപ്പോ ഞാൻ ഇങ്ങനെ വിദ്യാഭ്യാസം കിട്ടാതെ പോകുന്ന എത്രയോ കുട്ടികളുണ്ട്. ആൻഡ് ശരിക്കും ആ ഒരു റിയലൈസേഷൻ എനിക്ക് ഉണ്ടായത് എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ LLBക്ക് പഠിക്കുമ്പോൾ ജുവനൈൽ ഹോമിൽ ഞാൻ ക്ലാസ്സസ് എടുക്കാൻ പോകുമായിരുന്നു. ജുവനൈൽ ഹോമിൽ ക്ലാസ്സസ് എടുക്കാൻ പോകുമ്പോൾ സാധാരണ ജുവനൈൽ ഹോം എന്ന് പറയുമ്പോൾ എന്താണ്, നമ്മുടെ ദുർഗുണ പാഠശാല എന്ന് പറയുമ്പം നമ്മൾ സാധാരണ മനസ്സിലാക്കുന്നത് എന്താണ്, ഈ കേസുകളിൽ പെട്ടിട്ടുള്ള കുട്ടികൾ അല്ലെ, കേസുകളിൽ പെട്ടിട്ടുള്ള കുട്ടികളെ നല്ല നടപ്പിന് വേണ്ടി കൊണ്ടുവന്ന് ആക്കുന്ന ഒരു സ്ഥലമാണല്ലോ ജുവനൈൽ ഹോം എന്ന് പറയുന്നത്, ദുർഗുണ പാഠശാല എന്ന് പറയുന്നത്. അവിടെ ചെന്നപ്പോ 10, 100, 150 പിള്ളേരിൽ മേലെ അവിടെ കാണാൻ സാധിച്ചു. പെൺകുട്ടികളുടെ ജുവനൈൽ ഹോമിലാണ് ഞാൻ പഠിപ്പിക്കാൻ പോയിരുന്നത്. ട്യൂഷൻസ്, കുട്ടികൾക്ക് ട്യൂഷൻസ് എടുക്കുക. എനിക്ക് 10, 18, 19 വയസ്സുള്ളപ്പോൾ ഞാൻ LLBക്ക് പഠിക്കുമ്പോൾ ചെയ്തുകൊണ്ടിരുന്നത്. കോഴിക്കോട് ജുവനൈൽ ഹോം ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ ഞാൻ ശരിക്കും എൻ്റെ അടുത്ത് ഞാൻ ആ ഒരു ലൈഫ് കണ്ടു. അവിടെ ഈ ദുർഗുണ പാഠശാല എന്ന് പറയുന്നത് നമ്മൾ കേസായിട്ട് വരുന്ന കുട്ടികൾ 4, 5 ഉള്ളൂ. നമ്മൾ താഴെ ഒരു കോമൺ സ്പേസ് ആണ്, ഇവർക്ക് ഫുഡ് കഴിക്കാനും ഇവര് പരിപാടികൾ നടത്താൻ ഒരു കോമൺ സ്പേസ്, ചുറ്റും ഇങ്ങനെ ബിൽഡിംഗ് ആണ്. ബിൽഡിങ്ങിന് മേലെ നോക്കിക്കഴിഞ്ഞാൽ ഒരു റൂമിൽ ഒരു 4, 5 കുട്ടികൾ ഈ മറ്റേ എന്താ പറഞ്ഞ മോഷണ കേസ് അങ്ങനത്തെയൊക്കെ ചെറിയ ചെറിയ ക്രൈമൊക്കെ ചെയ്തിട്ട് വന്നുള്ള കുട്ടികളോടെ. ബാക്കി അവിടെയുള്ള കുട്ടികളില് 50-60% കുട്ടികള് വീട്ടിൽ അച്ഛനമ്മയുള്ളവരാണ്. ചിന്തിക്കാൻ പറ്റുമോ നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു കാര്യം? അച്ഛനും അമ്മയുമുള്ള ആളുകളാണ്. പക്ഷെ ഓരോ പാരന്റ്സിന് നോക്കാൻ പറ്റാത്തതൊന്ന് കൊണ്ടുവന്ന് വിടുക. അപ്പൊ എവറി സാറ്റർഡേസ് മാത്രമാണ് വിസിറ്റിംഗ് ഉള്ളൂ പാരന്റ്സ് ഉള്ളവർക്ക്. അപ്പൊ മാസത്തിൽ ഒരു വട്ടമൊക്കെ വന്ന് കാണാം. ഞാനിങ്ങനെ 1-2 അവിടുത്തെ സ്റ്റാഫിനോടായിട്ട് നമ്മൾ പരിചയമാവുമല്ലോ, ഇന്ന് ക്ലാസ് എടുക്കാൻ പോയിട്ട് സംസാരിച്ചു വന്നപ്പോ അറിയാൻ സാധിച്ചത് ചില ആളുകൾക്കൊക്കെ 2 പെൺകുട്ടികളും 3 പെൺകുട്ടികളൊക്കെ ഉള്ള അമ്മമാരുണ്ട്. അച്ഛന്മാരിൽ നിന്ന് സേഫ് ആക്കി വെക്കാൻ വേണ്ടിയിട്ടാണ് കുട്ടികളെ കൊണ്ടുവന്ന് വിടുന്നത്. ആലോചിച്ച് നോക്കൂ. നമ്മൾ 1-2 കേസ് എപ്പോഴെങ്കിലും കേൾക്കുക. ഇപ്പോഴൊക്കെയാണ് നമ്മൾ TV-യിൽ ഇത്രയധികം നെഗറ്റീവ് ന്യൂസസ് കേൾക്കുന്നത് അല്ലേ. പക്ഷെ ഞാൻ അവിടെ ചെന്നപ്പോൾ കണ്ട ഒരു കാര്യം അതാണ്. കുട്ടികളെ 3 മക്കളും 4 പെൺമക്കളൊക്കെ ഉണ്ടാകുമ്പോൾ മുതിർന്ന കുട്ടികളെയൊക്കെ കൊണ്ടുവന്ന് അമ്മമാര് വിടുകയാണ് സേഫ്റ്റിക്ക് വേണ്ടി മാത്രം. 1 അച്ഛനിൽ നിന്ന്, 2 അടച്ചുറപ്പില്ലാത്തൊരു വീട്. അത് അവർക്ക് എന്നും പേടിയാണ്. മുതിർന്നു പോയി കുട്ടികൾ, ഞങ്ങൾ അച്ഛനും അമ്മയും പണിക്ക് പോണതാണ് മാഡം, കുട്ടികളെ നോക്കാൻ പറ്റില്ല, സേഫ് അല്ല ഞങ്ങളുടെ സ്ഥലത്ത് എന്ന് പറഞ്ഞ് കൊണ്ടുവന്നാക്കുന്നവര്. മാനസിക രോഗം ഉള്ള കുട്ടികൾ, അതുപോലെ മറ്റേ മെന്റലി റിട്ടാർഡഡ് ആയിട്ടുള്ള കുട്ടികൾ. പിന്നെ നമ്മൾ ഇന്നൊക്കെയാണ് ഈ ഓട്ടിസത്തിനെ കുറിച്ചൊക്കെ ഇത്രയും അധികം നമ്മൾ വേർതിരിച്ച് മനസ്സിലാക്കുന്നത് അല്ലേ. ഓട്ടിസം എന്താണ്, എന്തൊക്കെ നമ്മൾ ഇന്നാണ് മനസ്സിലാക്കുന്നത്, നമ്മൾ പാരന്റ്സ് കോപ്പി ചെയ്യുന്നത്. പണ്ടത്തെ ആളുകളൊക്കെ ഓട്ടിസം ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ മന്ദബുദ്ധിയാണ് എന്നും പറഞ്ഞ് നോക്കാൻ പറ്റാത്തതാണെന്ന്, അങ്ങനെ എത്ര കുട്ടികളുണ്ടെന്നറിയോ അവിടെ. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ പോയപ്പോഴാണ് യഥാർത്ഥ പോസിറ്റീവ് സൈഡ് ഓഫ് മൈ ലൈഫ് ഞാൻ മനസ്സിലാക്കിയത്. ആൻഡ് ദാറ്റ് വാസ് ഇൻഡീഡ് എ ടേണിംഗ് പോയിന്റ് ഫോർ മീ. അതുവരെ ഞാൻ പല കാര്യങ്ങളും കണ്ടും മനസ്സിലാക്കിയും ഇങ്ങനെയാണെന്നും വിചാരിച്ച് ഉൾക്കൊണ്ടു പോയിരുന്നെങ്കിൽ പോലും ആ ജുവനൈൽ ഹോമിലെ കുറച്ച് കാലത്തെ ക്ലാസ്സസ് എന്നെ പഠിപ്പിച്ചൊരു പാഠമാണ്. നമ്മളെക്കാൾ താഴെയുള്ള, നമ്മളെക്കാൾ പ്രശ്നങ്ങൾ അനുഭവിക്കുന്ന ആളുകളെ ഒരു നിമിഷം നോക്കാൻ തയ്യാറായാൽ ഐ ബെറ്റ് നമുക്കൊന്നും ഒരു പ്രശ്നമില്ല. നമുക്ക് ആർക്കും പറയാൻ പറ്റില്ല നമുക്ക് അവരെക്കാൾ പ്രശ്നം. നമുക്ക് സത്യത്തിൽ ഉള്ള പ്രശ്നങ്ങൾ നമുക്ക് റീഫ്രെയിം ചെയ്യാൻ പറ്റും, നമുക്ക് കറക്റ്റ് ചെയ്യാൻ പറ്റുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. സൊല്യൂഷൻസ് നമുക്ക് കണ്ടെത്താൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പൊ എപ്പോഴും നമ്മളെക്കാൾ മുകളിലുള്ള ആളുകളെ നോക്കണം എന്ന് പറയും വളർച്ചയ്ക്ക് വേണ്ടി. ശരിയാണ്, വളർച്ചയ്ക്ക് വേണ്ടി നോക്കണം. പക്ഷെ ഫുൾ ടൈം മേലോട്ട് ആ ആളുകളെയല്ല നോക്കുന്നത്. നമ്മളെക്കാൾ നമ്മുടെ അത്ര പോലും കിട്ടാത്ത ആളുകളെ ഇടക്കിടക്കൊന്ന് നോക്കുക, അവരിടക്കിടക്കൊന്ന് ഹെൽപ്പ് ചെയ്ത് നോക്കുക. ഇറ്റ് വിൽ മേക്ക് ബിഗ് ഡിഫറൻസ് ഇൻ യുവർ ലൈഫ്. ഉറപ്പാണ്. ടൈം അതിക്രമിച്ചു. രണ്ടാമത്തെ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ടേണിംഗ് പെയിൻ ടു പേർപ്പസ് എന്നുള്ളതാണ്. നമ്മുടെ ജീവിതത്തിൽ വരുന്ന പെയിൻകളെ ഒരു പെർപ്പസിന് വേണ്ടി മാറ്റുക എന്നുള്ളതാണ്. നമ്മൾ കണ്ടിട്ടില്ല ഈ ചില സിറ്റുവേഷനിലൊക്കെ ആളുകള് ഇപ്പൊ മരിക്കാൻ പോകുന്ന മരിക്കാൻ പോകുന്ന ആള് അറിഞ്ഞുകൊണ്ട് സ്വയം ഉൾക്കൊണ്ട് തന്നെ മരണശേഷം എന്റെ അവയവങ്ങൾ ദാനം ചെയ്യാൻ എനിക്ക് താല്പര്യമുണ്ടെന്ന് പറയും. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഇല്ലേ? ഇനി ഒന്നും വേണ്ട, എന്തെങ്കിലുമൊക്കെ ഭയങ്കര ഇമോഷണലി ഡൗൺ ആയിട്ടുള്ള ആളുകൾ അവര് മുടി ക്യാൻസർ രോഗികൾക്ക് ദാനം ചെയ്യും. ഇല്ലേ?
നല്ല ഉപ്പൂറ്റി വരെ മുടി ആശിച്ച് വളർത്തിയ മുടിയായിരിക്കും. പക്ഷെ അത് നമ്മൾ എന്ത് ചെയ്യും? ക്യാൻസർ രോഗികളെയൊക്കെ കാണുമ്പോൾ എന്താ പറയുന്നത്, 1 or 2 people. I have heard people telling that അതൊക്കെ ഒരു 4 ആളെ കാണിക്കാനല്ലേ, 1 or 2 ആളോ 4 ആളെ കാണിക്കാൻ ചെയ്യുന്നത്. നമ്മൾ കാണാത്ത എത്ര കാര്യങ്ങളുണ്ടെന്നറിയും. ഇഷ്ടം പോലെ ആളുകൾ ഈ അവരുടെ മനസ്സിലെ നെഗറ്റിവിറ്റി ഇതൊക്കെ ഉണ്ടാവുമ്പോൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യും. ആരോഗ്യപരമായിട്ട് ബുദ്ധിമുട്ടുള്ളവരും മറ്റുള്ളവരെ സഹായിക്കുന്നത് കണ്ടിട്ടില്ലേ? ഒപ്ര വിൻഫ്രി ഷോ എന്ന് പറയുന്ന ഷോ കണ്ടിട്ടുണ്ടോ ആരെങ്കിലും? ഒപ്രേനെ അറിയോ? ഒപ്ര വിൻഫ്രി ഷോ എന്ന് പറഞ്ഞിട്ടൊരു ഷോ ഉണ്ട്. ആരെങ്കിലൊക്കെ ഗൂഗിൾ ചെയ്തോ മറ്റേ യൂട്യൂബിൽ അടിച്ചു നോക്കൂ. ഒരു കാലഘട്ടത്തിൽ സ്ഥിരം കണ്ടുകൊണ്ടിരുന്ന. അതെ. അപ്പൊ അതില് ഈ ഒപ്രയുടെ ഒരു ലൈഫ് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല്, മിസിസിപ്പിയിലെ ഒരു ദാരിദ്ര്യം പിടിച്ച ഒരു കുടുംബത്തിലാണ് ജനനം. വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ഫിസിക്കലി ഷി വാസ് അബ്യൂസ്ഡ്, റേപ്ഡ് ആണ്. ആൻഡ് ടീനേജ് പ്രായത്തിൽ തന്നെ ഷി ബിക്കേം എ മദർ എന്നുള്ളതാണ്. സോ ഒരു കുഞ്ഞിനെ സംബന്ധിച്ച് പോസിറ്റീവായിട്ടുള്ള ഒന്നുമില്ല അല്ലെ, നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. 10-14 വയസ്സിനുള്ളിൽ നെഗറ്റിവിറ്റി ആയിട്ടുള്ള കാര്യങ്ങളാണ് കണ്ടത്. പക്ഷെ ഓപ്ര ചോസ് ടു ലേൺ. മനസ്സിലായി? അക്കാഡമിക്കലി ഭയങ്കര ഹൈ ആയിരുന്നു. പഠിച്ച പഠനകാലം മുഴുവൻ സ്കോളർഷിപ്പോട് കൂടിയാണ് ഓപ്ര പഠിച്ചത്. പിന്നീട് ഓപ്ര കണ്ടെത്തി ഓപ്രയുടെ ഒരു പോസിറ്റീവ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ഹെർ കമ്മ്യൂണിക്കേഷൻ സ്കിൽ വളരെ നല്ലതാണ്. അവർക്ക് മറ്റുള്ളവരിലേക്ക് എത്താൻ സാധിക്കുമെന്ന് ഓപ്ര മനസ്സിലാക്കി ഓപ്ര പ്രോഗ്രാംസ് ചെയ്യാൻ തുടങ്ങി. ലേറ്റർ ഓൺ സ്വന്തമായ ഒരു TV ഷോ, ഓപ്ര വിൻഫ്രി ഷോ എന്ന് പറയുന്ന ഒരു ഷോയിലേക്ക് വന്നു. എന്തിനാണ്? ജസ്റ്റ് ടു ബ്രിങ് പോസിറ്റിവിറ്റി ഇൻ പീപ്പിൾ. ആളുകൾക്ക് ഹോപ്പ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അത്തരത്തിലൊരു കാര്യം കൊണ്ടുവന്നത്. അവരുടെ ജീവിതത്തിൽ അപ്പൊ ഞാൻ ഒറ്റൊരു കാര്യം ചോദിക്കാം. ചിലവര് ചിന്തിക്കും, അത് ഒപ്രയല്ലേ, ഇത് നമ്മളല്ലേ. ഈ ഒപ്രയും നമ്മളെ പോലെ സാധാരണക്കാരായിരുന്നില്ലേ, നമ്മളെക്കാൾ പ്രശ്നങ്ങളിൽ നിന്ന് വന്നവരല്ലേ. ബട്ട് ദേ ചോസ് ടു വിൻ അല്ലെ. അതുപോലെ നമ്മൾ ദിവസം കാണുന്ന പ്രശ്നങ്ങളിൽ എല്ലാ നെഗറ്റീവിലും ഒരു പോസിറ്റീവ് ഉണ്ടാവും. ആ പോസിറ്റീവ് തോട്ട് കണ്ടെത്താൻ ഉള്ള ശ്രമം നടത്തുക. ആൻഡ് ഫൈനലി ഷിഫ്റ്റിംഗ് ഫ്രം റിയാക്ഷൻ ടു റെസ്പോൺസ് എന്നുള്ളത്. എല്ലാ നെഗറ്റീവ് സിറ്റുവേഷനും വേഴ്സൺ ആവുന്നത് എങ്ങനെയാണ്? നമ്മുടെ റിയാക്ഷനാണ്. ഒരു വഴക്കാണെങ്കിൽ, ഒരു ചർച്ചയാണെങ്കിൽ, ഒരു വീട്ടിലൊരു കാര്യമാണെങ്കിൽ, വീട്ടിലൊക്കെ നമ്മൾ പറയും എന്തൊരു നെഗറ്റിവിറ്റിയാണ് വീട്ടിൽ അല്ലേ, നമ്മുടെ വീട്ടിലൊക്കെ എന്തൊരു നെഗറ്റിവിറ്റിയാണ്. എസ്പെഷ്യലി ഒന്നില്ലെങ്കിൽ ഹസ്ബൻഡ് ആൻഡ് വൈഫ്, അതല്ലാന്നുണ്ടെങ്കിൽ ഇൻലോസ് ഉണ്ടെങ്കിലൊക്കെ നമ്മൾ പറയും എന്നും വഴക്കാണ്, പ്രശ്നമാണ്. നൗ വി സ്റ്റാർട്ട് വിത്ത് എ സ്മോൾ സ്റ്റെപ്പ്. ഐദർ ഒരു പ്രശ്നം ഉണ്ടാവുമ്പോൾ ഡീപ് ബ്രെത്ത് എടുത്തിട്ട് എന്ത് പറയണമെന്ന് ആലോചിക്കുക, അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് ഉണ്ട്, ജസ്റ്റ് എസ്കേപ്പ്. പ്രശ്നം ഉണ്ടാവുന്ന സ്ഥലങ്ങളിൽ നമ്മളുടെ ടോൺ മാറുമെന്നും നമ്മുടെ കൺട്രോളിലല്ല നമ്മുടെ ആ മൊമെന്റ് എന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ പതുക്കെ ആ സ്ഥലത്ത് നിന്ന് മാറി വേറൊരു സ്ഥലത്തേക്ക് പോയിരിക്കുക. ആൻഡ് യു ക്യാൻ റീഫ്രെയിം യുവർ തോട്ട്സ്. അപ്പൊ ഞാൻ പറഞ്ഞത് ശരിയാണോ, വേണമായിരുന്നോ എന്നുള്ളത്. അതുപോലെ വേണ്ടായിരുന്നു എന്ന് തോന്നുന്ന സിറ്റുവേഷൻസിൽ സോറി പറയാൻ മടിക്കരുത്. സോറി പറയുന്നത് ഒരു പോസിറ്റീവ് വൈബാണ്. തെറ്റ് ചെയ്താൽ മാത്രം, ചില അവസരങ്ങളിൽ തെറ്റ് ചെയ്തില്ലെങ്കിലും, അത് ഈ ചില അവസരങ്ങൾ എന്ന് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ചില സ്ഥലങ്ങളിൽ നമ്മൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാറാവുന്ന പ്രശ്നങ്ങൾ ഉണ്ടാവുന്നതോടെ മാത്രം. അതല്ലാതെ നിങ്ങൾക്ക് തെറ്റ് ചെയ്തു എന്ന് തോന്നുന്ന ഘട്ടങ്ങളിൽ സോറി പറയാം. അതല്ല, നമ്മൾ തെറ്റ് ചെയ്തിട്ടില്ല, പക്ഷെ ഓപ്പോസിറ്റ് ആളെ നമുക്ക് പറഞ്ഞ് ഫലിപ്പിച്ചത് ബോധ്യപ്പെടുത്താൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ, കാരണം അവര് നെഗറ്റീവ് തോട്ടിൽ ജീവിക്കാനാണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. നമ്മൾ അങ്ങനെയല്ല ഉദ്ദേശിച്ചിരിക്കുന്നത്, നമ്മൾ പോസിറ്റീവ് തോട്ടിലേക്ക് മാറാനാണല്ലോ ഇപ്പൊ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പൊ എന്ത് ചെയ്യുക? നെഗറ്റീവ് ആയിട്ട് ആൾക്കാർ അവിടെ നിന്ന് നെഗറ്റിവിറ്റി പടർത്തിക്കൊണ്ടിരിക്കട്ടെ, അവിടെ നിന്ന് മാറുക, ഉറക്ക പാട്ട് വെക്കുക, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്യുക. ഇനി ഒന്നും പറ്റില്ലെങ്കിൽ കുറച്ച് തുണി ഉണ്ടെങ്കിൽ പോയി അലക്കുക, മനസ്സിലായില്ല, ഈ നാളീരം ചിരകുക. വേറെ എന്തെങ്കിലും കാര്യത്തിലേക്ക് നമ്മുടെ ആ എനർജി ഇൻവെസ്റ്റ് ചെയ്യും. സോ ഓട്ടോമാറ്റിക്കലി വാട്ട് ഹാപ്പൻസ് ഇസ് ആ നെഗറ്റിവിറ്റി അവിടെ കട്ടാവും അല്ലെ. നമ്മൾ എന്തെങ്കിലും ഒരു സാധനത്തിനെ വെള്ളം ഒഴിച്ച് വളർത്തിയാലല്ലേ അത് വളരുള്ളൂ. അപ്പൊ നമ്മുടെ ആ നെഗറ്റീവ് തോട്ടിന് വെള്ളവും വളവും ഒന്നും ഒഴിച്ച് വളർത്തണ്ട, അത് കരിഞ്ഞു പോട്ടെ, അവൻ അങ്ങനെ തന്നെ വേണം, മനസ്സിലായി? അതിനിങ്ങോട്ട് അവൻ നശിച്ചു പോട്ടെ എന്ന് വിചാരിക്കുക. നമ്മളിലേക്ക് വെള്ളം ഒഴിക്കുക, നമ്മളിലേക്ക് വളം ഇടുക, നമ്മളിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പഠിക്കുക. ദാറ്റ് ഇറ്റ് സെൽഫ് ബ്രിങ്സ് പോസിറ്റിവിറ്റി. നമ്മളെ സപ്പോർട്ട് ചെയ്ത് തുടങ്ങുമ്പോൾ വാട്ട് ഹാപ്പൻസ് ഇസ് പോസിറ്റീവ് ആയിട്ടുള്ള നമ്മുടെ മനസ്സ് നമ്മൾ വളരും, വലിയ മരമായി വളരും. എങ്ങനത്തെ മരം? ഒരുപാട് ചില്ലകളുള്ള, ഒരുപാട് പേർക്ക് തണല് കൊടുക്കാൻ പറ്റുന്ന മരമായി മാറും അല്ലെ.
നമ്മൾ നല്ല കാര്യങ്ങൾ ചെയ്ത് നമ്മളിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് ഒരുപാട് ആളുകൾ നമ്മൾ ഇഷ്ടപ്പെടാത്ത ആളുകളെയൊക്കെ അങ്ങ് കളയും ലൈഫിൽ നിന്ന്. നെഗറ്റീവ് പറയുന്ന നമ്മളെ നെഗറ്റിവിറ്റിയിലേക്ക് തള്ളിവിടുന്ന ആളുകളെയൊക്കെ കളയും. ഇഫ് യു ഹാവ് ഫ്രണ്ട്സ് ഹു ഓൾവേസ് ക്രിട്ടിസൈസ് യു, വൺസ് ഓർ ട്വൈസ് ക്രിട്ടിസൈസ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്ന ഫ്രണ്ട്സിനല്ലേ ഞാൻ പറയുന്നത്. നമ്മുടെ ഗ്യാങ്ങിൽ തന്നെ ഉണ്ടാവും അല്ലേ, നമ്മുടെ ഒറ്റവരാണെന്ന് പറഞ്ഞിട്ട് എടാ അതൊന്നും ശരിയാവില്ലടാ, വേണ്ടാ, എന്തിനാ അത് ചെയ്യണേ, അന്ന് എന്നെ കൊണ്ട് നടക്കില്ലാന്ന്. നീ ട്രൈ ചെയ്യ്, തെറ്റട്ടെ, കുഴപ്പമില്ല എന്ന് പറയുന്ന ഒരാളെ ചേർത്ത് പിടിക്കുക. അവർ ചിലപ്പോ ഒന്നും ചെയ്തു തരില്ല, പക്ഷെ 2 വാക്കുകളായിരിക്കും. നീ ചെയ്തു നോക്ക്, എന്നെ കൊണ്ട് പറ്റും, അല്ലെ? അങ്ങനെ അതാണ് പോസിറ്റിവിറ്റി. അപ്പൊ നമ്മുടെ ചോയ്സ് ആണ് പോസിറ്റിവിറ്റീനെ എടുക്കണോ അതോ നെഗറ്റിവിറ്റീനെ വളർത്തണോ എന്നുള്ളത്. ഓക്കെ, എനിക്ക് തോന്നുന്നു ഒരുപാട് കാര്യങ്ങൾ ഇനിയും ഈ ഇതിനെ റിലേറ്റ് ചെയ്ത് അനുഭവങ്ങളും ആളുകളുടെ കാര്യങ്ങളൊക്കെ പറയാനുണ്ടായിരുന്നു. പക്ഷെ ടൈം ഒരുപാടായ, എല്ലാവർക്കും ഒരുപാട് കാര്യങ്ങളുണ്ടാവും. നമ്മുടെ ഈ ഒരു ഇത് കേൾക്കുമ്പോൾ നിങ്ങൾ ആർക്കെങ്കിലും ഇത്തരത്തിൽ ഒരു ജീവിതാനുഭവം ഷെയർ ചെയ്യാനുണ്ടോ? നിങ്ങളുടെയോ നിങ്ങൾക്ക് അടുത്ത് കിടക്കുന്നവരുടെയോ ആരുടെയെങ്കിലും ഒരു ജീവിതാനുഭവം വേർ നെഗറ്റിവിറ്റി വാസ് ടേൺ ടു പോസിറ്റിവിറ്റി. അവനവന്റെ കഥ വല്ല കൂട്ടുകാരന്റെ കഥയായിട്ട് പറഞ്ഞു എന്നാലും കുഴപ്പമൊന്നുമില്ല. ചിലവർക്ക് മടിയുണ്ടാവും അല്ലെ, റെക്കോർഡ് ചെയ്യുന്ന വീഡിയോയില് കാര്യങ്ങൾ പറയാൻ ചിലപ്പോൾ മടിയുണ്ടാവും. അവര് കേട്ട എന്ത് ചെയ്യും, ഇവര് കേട്ട എന്ത് ചെയ്യുന്നത് സാരില്ല, വല്ലവരുടെയും സ്റ്റോറി ആയിട്ട് പറഞ്ഞാലും മതി. നിങ്ങളുടെ ലൈഫിലെ നിങ്ങളുടെ നെഗറ്റിവിറ്റിനെ ഹൗ യു ടേൺ ടു പോസിറ്റിവിറ്റി. അങ്ങനെ ആരുമില്ലേ? അതെന്തുകൊണ്ടാ എല്ലാവരും ലൈഫ് ഭയങ്കര അടിപൊളി സൂപ്പർ പോസിറ്റീവ് ആയോണ്ടാ? മാം ഇപ്പൊ പറഞ്ഞില്ലേ, മാമിന്റെ ആരും സ്റ്റോറി പറഞ്ഞില്ലേ, അച്ഛനും അമ്മയും ചെറുപ്പത്തിലേ നഷ്ടപ്പെട്ടു എന്ന്. ആ അതുപോലെ തന്നെ എന്റെ മദർ ഇൻ ലോയുടെ അച്ഛനും അമ്മയും ചെറുതിലേ തന്നെ നഷ്ടപ്പെട്ടതാണ്. ആ അമ്മ എപ്പോഴും ഇവിടെ ഇരുന്ന് ആ കഥ പറയും. അമ്മയ്ക്ക് മൂത്ത 2 ബ്രദേഴ്സ് ആണുള്ളത്. അതിലെ ആഹാ ഏറ്റവും മൂത്ത ആള് പിന്നെ അമ്മയ്ക്ക് അമ്മയ്ക്ക് 8 വയസ്സുള്ളപ്പോൾ അച്ഛനെയും 13 വയസ്സുള്ളപ്പോൾ അമ്മയും നഷ്ടപ്പെട്ടതാണ്. ആ അപ്പൊ അമ്മ പറയും മൂത്ത സഹോദരൻ അപ്പൊ 18 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് പറയും. ആ ചെറുപ്പത്തിൽ തന്നെ അദ്ദേഹം പോയി കല്യാണം കഴിച്ചിട്ട് അമ്മയെ എന്താ പറയാ, ഇത്ര നാളും അവര് ഭയങ്കര കെയറിങ് ആയിരുന്നു. ആ അപ്പൊ അമ്മ എപ്പോഴും ഇരുന്ന് പറയും, അവരും കൂടി ഇല്ലായിരുന്നെങ്കിൽ എന്റെ ലൈഫ് എന്തായേനേന്ന് അമ്മ ഇരുന്ന് പറയാറുണ്ടായിരുന്നു. അല്ലാതെ അമ്മ ഒരിക്കലും അമ്മ ആ ഒരു കാര്യത്തിൽ വിഷമിച്ച് ഞാൻ കണ്ടിട്ടില്ല. എനിക്ക് അമ്മയില്ലായിരുന്നു, അച്ഛനില്ലായിരുന്നു എന്ന് പറഞ്ഞിട്ട് അമ്മ ഒരിക്കലും വിഷമിച്ചിരുന്നത് ഞാൻ കണ്ടിട്ടില്ല. അമ്മ ഇങ്ങനെയായിരുന്നു പറയുന്നത്, എനിക്ക് അവരും ഇല്ലായിരുന്നു, ഞാൻ എന്ത് ചെയ്യണേ, ചിലപ്പോ എനിക്ക് എന്തെങ്കിലും ഈശ്വരൻ വേറെ എന്തെങ്കിലും വഴി കാണിച്ച് തന്നേനെ, അങ്ങനെയും കൂടി പറയും. അങ്ങനെ ഞാൻ കേട്ടിട്ടുണ്ട് ഇവിടെ വന്നതിന് ശേഷം, ഹസ്ബൻഡിന്റെ രാജി വീട്ടിൽ അതൊക്കെ വന്നു. ചിലപ്പം അല്ല അത് രാജി അതൊക്കെ ചിലപ്പോ ഒരു പക്ഷെ അമ്മ ഈ ഏജ് ആയതുകൊണ്ടാണ് അങ്ങനെ ചിന്തിക്കണത്, എനിക്ക് ഇതല്ലെങ്കിൽ ഈശ്വരൻ വേറൊരു വഴി കാണിച്ചു തരുന്നു. പക്ഷെ അമ്മയ്ക്ക് അന്ന് ആ കാലഘട്ടത്തിലും അമ്മയ്ക്കും സങ്കടങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും അല്ലെ? അതെ, ഉണ്ടാവും പക്ഷെ ഉണ്ടാവും. അമ്മ ചോസ് ദാറ്റ് പോസിറ്റിവിറ്റി ഇൻ ലൈഫ്. ഒരു സ്റ്റേജ് കഴിഞ്ഞപ്പോ അമ്മ പോസിറ്റിവിറ്റിയാണ് ആലോചിച്ചത്. അമ്മ ഇപ്പോഴും ഇല്ലേ രാജി? അമ്മ 2 മാസം മുൻപ് മരിച്ചുപോയി. അപ്പൊ അതാണ്. അപ്പൊ ആലോചിച്ച് നോക്കൂ, ഇപ്പൊ ഇത്തരത്തിലുള്ള ആളുകള് നമ്മുടെ ചുറ്റുമുണ്ട്. അവരും ആ നെഗറ്റിവിറ്റിയിൽ നിന്ന് എന്താ പറയുക പോസിറ്റീവായിട്ട് കണ്ടു. ഇപ്പൊ രാജി പറഞ്ഞ പോലെ ആ അമ്മ ചിന്തിച്ച ഒരു കാര്യം ഇതാണ് അല്ലെ, അമ്മയ്ക്ക് അവരില്ലായിരുന്നെങ്കിൽ അമ്മ എന്ത് ചെയ്തേനെ. ശരിയാണ്. അപ്പൊ അത് ഉള്ളത് നമ്മുടെ ഒരു അനുഗ്രഹമല്ലേ. അത് ഉള്ളത് കൊണ്ടാണ് ഇന്ന് ഈ മീൻസ് ആ പ്രായത്തിൽ അമ്മയ്ക്ക് ആ കഥ പറയാൻ പറ്റിയത്. അന്ന് അങ്ങനെ ആ 2 പേര് ഉണ്ടായതുകൊണ്ടാണ് അല്ലെ, ബ്രദേഴ്സ് ഉണ്ടായതുകൊണ്ടാണ്. അപ്പൊ തീർച്ചയായിട്ടും ജസീന മാം എന്തോ പറയാൻ വന്നല്ലോ. ഹലോ. നമുക്ക് നെഗറ്റിവിറ്റി ഒരുപാട് ഉണ്ടാവും ലൈഫിൽ. ഓക്കെ, പക്ഷെ അത് ആ നെഗറ്റിവിറ്റിനെ പോസിറ്റീവ് ആക്കി മാറ്റുന്നതിലാണ് കാര്യം. എൻ്റെ ലൈഫിൽ കുറേ ഉണ്ട്, ഒന്നൊന്നുമല്ല. കാരണം ഞാൻ ഇന്റർകാസ്റ്റ് മാരേജ് ആണ്. ആ സമയത്ത് ഒരുപാട് പ്രതിസന്ധികളെ തരണം ചെയ്തിട്ടാണ് ഞാൻ മൂവ് ഓൺ ചെയ്തത്. പക്ഷെ ആ സമയത്ത് ഞാൻ വിചാരിച്ചിരുന്നു, വല്ലാത്തൊരു അവസ്ഥയിലൂടെ കടന്നുപോയ ഒരുപാട് മൊമെന്റുകൾ ഉണ്ടായിരുന്നു. ഇന്റർകാസ്റ്റ് മാരേജ് ഞാൻ ചെയ്തത് 25 വർഷം മുന്നത്തെ കാര്യമായി പറയുന്നത്. 25 വർഷം മുന്നേ എന്ന് പറഞ്ഞാൽ അത് ആ സമയത്തൊക്കെ ഭയങ്കര തീവ്രമായ മതഭ്രാന്തുള്ള ഒരു കാലമായിരുന്നു. ഇന്ന് നമ്മൾ കുറച്ചും കൂടി ഒന്ന് ഫ്രീ ആണ് അക്കാര്യങ്ങളെ കുറിച്ച് അപേക്ഷിച്ച്, ആ കാലത്തെ അപേക്ഷിച്ചിട്ട്.
ആ സമയത്ത് ഏഹ്, എന്റെ എന്റെ ആ പ്രായത്തിന്റെ ഇത് വെച്ചിട്ട് എനിക്ക് പോസിറ്റീവായിട്ട് ചിന്തിക്കാനേ പറ്റിയിരുന്നില്ല. കൂടെ അത് അതുവരെ ഉണ്ടായ ആൾക്കാരൊന്നുമില്ല, ഫാദറും മദറും കൂട്ടുകാരും ഒന്നുമില്ല, ഒറ്റപ്പെട്ട ഒരു സ്ഥലത്ത് എത്തിപ്പെട്ടതുപോലെ. പക്ഷെ പിന്നെ അവിടുന്ന് ഒരു 4-5 മാസം കഴിഞ്ഞപ്പോ ഏഹ്, ഈ ഇവിടെ എത്തിപ്പെട്ട സിറ്റുവേഷനൊക്കെ ആലോചിച്ച് ഇവിടെ ഉള്ളവരുടെ സ്നേഹം എല്ലാം കിട്ടി തുടങ്ങിയപ്പോ ഞാൻ പതുക്കെ പതുക്കെ എന്താക്കി ഒരു പോസിറ്റീവായിട്ട് ചിന്തിച്ചു തുടങ്ങി. വരുമായിരിക്കും അവരൊക്കെ എന്നെ തേടി വരുമായിരിക്കും ഞാൻ ഇങ്ങനെ മനസ്സുകൊണ്ട് പറയും. അവിടുന്ന് എന്നെ ഒരു 3 മാസം കൂടെ കഴിഞ്ഞപ്പോ എനിക്കൊരു കോള് വന്നതാണ് എൻ്റെ വീട്ടിൽ നിന്ന്. ഇങ്ങോട്ടേക്ക് പോര്, എത്ര കാലമായി കണ്ടിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട്. ആ ഒരു ഫോൺ കോൾ എന്ന് പറയുന്നത് എൻ്റെ ലൈഫിൽ എൻ്റെ ജീവിതം തിരിച്ചു കിട്ടിയ ഒരു ഫോൺ കോളാണ്. അങ്ങനെ കുറേ ഉണ്ട് എൻ്റെ ലൈഫിൽ, എടുത്തു പറയത്തക്ക രീതിയിൽ ഇപ്പോൾ ഇതാണുള്ളത്. പിന്നെ ഞാൻ എൻ്റെ BEd കഴിഞ്ഞത്, എല്ലാം ഒരുപാട് ക്രൈസിസിലൂടെ പോയിട്ടാണ് ഈ ഒരു മൊമെന്റിൽ ഞാൻ നിൽക്കുന്നത്. എല്ലാവരും അങ്ങനെ തന്നെ ആയിരിക്കും. പക്ഷെ എനിക്ക് പെട്ടെന്ന് ഓർത്തപ്പോ എൻ്റെ ആ ഒരു കല്യാണക്കാരിയാണ് ഓർമ്മ വന്നത്. ഓക്കെ. ജസ്ന മാമിന്റെ വോയിസ് കേൾക്കുമ്പോൾ തന്നെ ഇമോഷണൽ ആയി എന്നാണ് എനിക്ക് തോന്നിയത്, അല്ലേ? അതെ, ഞാൻ ആ വിഷയം പറയുമ്പോ എപ്പോഴും കുറച്ച് ഇമോഷണൽ ആവും. അതെ അതെ, നമ്മളെ ജീവിതത്തില് കഴിഞ്ഞുപോയ കാലഘട്ടത്തിലും ഉണ്ടാവും ഒരുപാട് നെഗറ്റീവ് കാര്യങ്ങൾ. ലൈഫല്ലേ, ഇനിയും നെഗറ്റീവ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. എവറിത്തിങ് ഈസ് നോട്ട് പോസിറ്റീവ് ഇൻ ലൈഫ്, ബട്ട് ഹൗ യു ടേക്ക് ഇറ്റ്. മനസ്സിലായില്ലേ? ചില ആളുകളെങ്കിലും ചിന്തിക്കും ജീവിതം മതി എന്ന്, അല്ലെ? ജീവിതം മതി, ഇനി ജീവിക്കേണ്ട, മരിക്കാം എന്നുള്ള ആ ഒരു കൺസെപ്റ്റ് തോട്ട് ആർക്കെങ്കിലും, ഇപ്പൊ ഇവിടെ ഇരിക്കുന്ന എനിക്ക് തോന്നുന്നു 10-70 ആളുകളുണ്ട്, ആർക്കെങ്കിലും അങ്ങനെ ഒരു ചിന്തയുണ്ട് എന്നുണ്ടെങ്കിൽ ആ ചിന്ത ഇന്ന് തന്നെ കുഴി തോണ്ടി കുഴിച്ചിടുക, എന്നിട്ട് അവിടെ ഒരു മരം നട്ടുപിടിപ്പിക്കുക. ഓക്കെ, ആ മരത്തിന്റെ തണലിലേക്ക് ഒരുപാട് ആളുകളെ നമുക്ക് കൊണ്ടുവരാനുണ്ട്. ജീവിതം വെറുതെ കളയാനുള്ളതല്ല. ചിന്തിച്ചു നോക്കൂ, എത്ര ആളുകൾക്ക് ഒരു കുഞ്ഞിക്കാൽ ഉണ്ടാവാതെ, ഒരു കുട്ടി ഉണ്ടാവാതെ വിഷമിക്കുന്ന ഇഷ്ടംപോലെ ആളുകളുണ്ട്. ആ സമയത്താണ് നമ്മുടെ അച്ഛനും അമ്മയ്ക്കും നമ്മൾ ഉണ്ടായത്, അല്ലെ? അപ്പൊ അത് എന്തൊക്കെ സാഹചര്യങ്ങളായിക്കോട്ടെ, നമുക്കൊരു ലൈഫില്ലേ, ആ ലൈഫ് നമുക്ക് അതുകൊണ്ട് ഒന്നും ചെയ്യാനില്ല എന്ന് തോന്നുകയാണ്. എനിക്ക് എന്റെ ജീവിതത്തിൽ ഒന്നും ഇനി കിട്ടാനില്ല, ഇത് വെറും വേസ്റ്റ് ആണ് എന്ന് തോന്നുന്ന അവിടെ പോലും ഞാൻ പറയണത്, ഒരു കുഴി കുഴിച്ച് നിങ്ങൾ ആ തോന്നലെ ഡിഗ് ചെയ്ത് ഇതാക്കൂ, മരം നടൂ. ആ മരത്തിന്റെ തണലിലേക്ക് വരുന്ന ഓരോ വ്യക്തികളും നിങ്ങളുടെ ജീവിതത്തിന് പർപ്പസ് ഉണ്ടാക്കും, നിങ്ങളുടെ ലൈഫിന് പർപ്പസ് ഉണ്ടാക്കും. ഇതിന് 1-2 കാര്യങ്ങളേ ഉള്ളൂ ജീവിതത്തിന് പർപ്പസ് ഉണ്ടാക്കാൻ ചെയ്യേണ്ടത്. ഒന്ന്, ലിസണിങ്, മറ്റുള്ളവരെ കേൾക്കുക. ഏത് നേരം അവനവന്റെ പ്രാരാബ്ധം പറഞ്ഞുകൊണ്ടിരിക്കാതെ മറ്റാളുകളുടെ പ്രാരാബ്ധവും വിഷമങ്ങളും ഒന്ന് കേട്ടു നോക്കിയേ. അത് ഭയങ്കരമായിട്ട് നമ്മുടെ ലൈഫിന് എന്തൊക്കെ പോസിറ്റീവ് കാര്യങ്ങൾ ഉണ്ടെന്ന് നമുക്ക് മനസ്സിലാവും. 1 ലക്ഷം കടമുള്ള ഞാൻ 10 ലക്ഷം കടമുള്ളവനെ കുറിച്ച് ചിന്തിക്കാം. അപ്പൊ ഞാൻ എന്തായി? ഞാൻ ഭാഗ്യവതിയായില്ലേ? അങ്ങനെ നമ്മളെക്കാൾ പ്രോബ്ലത്തിലും പ്രതിസന്ധിയിലും നിൽക്കുന്ന ആളുകളെ വെച്ച് നമ്മുടെ ലൈഫിനെ ഒന്ന് ചിന്തിച്ചു നോക്കാം. നമ്മൾ എപ്പോഴും ബ്ലെസ്ഡ് ആണ്, എപ്പോഴും ബ്ലെസ്ഡ് ആണ്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, മറ്റുള്ളവരെ കേൾക്കുക, അതുപോലെ ആർക്കെങ്കിലും ഒക്കെ സഹായങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുക. എന്തെങ്കിലും ഭക്ഷണം കഴിച്ച് ഇറങ്ങുമ്പോൾ അവിടെ ഇരിക്കുന്ന ഭിക്ഷക്കാരന് നിങ്ങൾ 10 രൂപ കൊടുക്കണ്ട, കാശ് കൊടുത്ത് സഹായിക്കണം എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. ഭക്ഷണം വാങ്ങിച്ചു കൊടുക്കണം. കളയുന്ന നമ്മള് വേണ്ട എന്ന് പറഞ്ഞ് നല്ല ഡ്രസ്സൊക്കെ ഇനി ഇടുന്നില്ല എന്ന് പറഞ്ഞ് തറ തുടയ്ക്കും. തറ തുടയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു മൈക്രോ ഫൈബറിന്റെ ഒരു 10 രൂപ 15 രൂപയുടെ തുണി മേടിക്കുക. വീണ്ടും ഉപയോഗിക്കാൻ പറ്റുന്ന വസ്ത്രമാണ് അത് എന്നുണ്ടെങ്കിൽ വസ്ത്രമില്ലാത്ത ഒരാൾക്ക് ദാനം ചെയ്യാം. അതിൽ നിന്ന് കിട്ടുന്നൊരു അതും കൂടി പറഞ്ഞ് ഞാൻ നിർത്താം, സോറി, ടൈം ഒരുപാടായി. ഈ സാധനങ്ങൾ, കുപ്പിപ്പാട്ടുകൾ പെറുക്കാൻ വരുന്ന ഒരു സ്ത്രീ കഴിഞ്ഞ ദിവസം ഈ വഴിക്ക് പോകുമ്പോൾ കുറച്ച് പഴയ പേപ്പർ ഉണ്ടായിരുന്നു, കൊടുത്തപ്പോ ഷി വാസ് എ തമിലിയൻ. അപ്പൊ അവരോട് ഞാനിങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ അവരിങ്ങനെ അവരുടെ കാര്യങ്ങളൊക്കെ, കുടുംബം, വീട്, കാര്യങ്ങളൊക്കെ പറഞ്ഞു കേട്ടോ. പറഞ്ഞു കഴിഞ്ഞപ്പം ഞാൻ ചോദിച്ചു, അന്ന് പോകുമ്പോ ഉങ്ക കൂടെ ഒരു പയ്യൻ ഇരുന്നതേ എന്ന്. അപ്പൊ അത് എന്നോട് പയ്യൻ ദാ സ്കൂൾക്ക് പോയിരിക്കാന്ന് പറഞ്ഞു. ഞാൻ പ്രായമൊക്കെ ചോദിച്ചപ്പോ എന്റെ മോന്റെ കുറച്ച് ഡ്രസ്സൊക്കെ കൊടുത്തവര് കൊണ്ടുപോയി. ഈ കൊടുത്തതും കൊണ്ടുപോയതിനെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ആ സ്ത്രീ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും എന്റെ വീടിന്റെ വഴിയിലൂടെ പോകുമ്പോഴൊക്കെ ആ നമ്മുടെ ഗേറ്റ് എത്തുമ്പോൾ സ്ലോ ചെയ്യും, എന്നിട്ട് ചിരിച്ചിട്ട് കൈ ഇങ്ങനെ കാണിച്ചിട്ട് പോകും. അതിലെന്താ അത്ര കാര്യം എന്ന് ചിന്തിക്കുന്നവരുണ്ടാവാം, അല്ലെ? കുപ്പിപ്പാട്ട വറുക്കുന്ന ഒരു സ്ത്രീ. പക്ഷെ എനിക്ക് ഭയങ്കര പോസിറ്റിവിറ്റിയാണ്. ഞാൻ അതിന് മാത്രം എന്ത് ചെയ്തു? കാശ് കൊടുത്തിട്ടില്ല, പഴയ തുണിയാ കൊടുത്തത്.
പക്ഷെ അവർക്ക് ഉണ്ടായ ആ ഒരു സന്തോഷം ആലോചിച്ച് നോക്കൂ. ആ സന്തോഷം വീണ്ടും വീണ്ടും കാണുമ്പോൾ ഐ ഫീൽ ദർ ഇസ് എ പർപ്പസ് ഓഫ് ലൈഫ്. അപ്പൊ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളായാലും നമ്മൾ ചെയ്തു നോക്കി നമ്മുടെ ലൈഫിൽ ഒരുപാട് മാറ്റം ഉണ്ടാവും. ചെറിയ കാര്യത്തിന് എന്തെങ്കിലും ഗുണമുണ്ടോ? ഇത് ചെയ്തിട്ട് എന്ത് കിട്ടാനാ? ഒരുപാട് കിട്ടാനുണ്ട്. ഒരു പക്ഷേ ഇന്നിപ്പോ ഞാനിത് പറയുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഉൾക്കൊള്ളാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. പക്ഷെ കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ കൊണ്ടുവന്ന് നോക്കിയേ, ഭയങ്കര മാറ്റം വരും. നിങ്ങളുടെ നെഗറ്റിവിറ്റി കുറയുന്നതായിട്ടും നിങ്ങളുടെ ലൈഫിൽ പോസിറ്റിവിറ്റി വർദ്ധിക്കുന്നതായിട്ടും നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. പിന്നെ ആർക്കെങ്കിലും എന്തെങ്കിലും ആഡ് ഓൺ ചെയ്യാനുണ്ടോ? സജന മാം ടൈം ഉണ്ടല്ലോ അല്ലേ? ഞാന് പറഞ്ഞോളൂ. അല്ല, തിരക്കുള്ളവർക്ക് ലീവായി പോവാം. പറഞ്ഞോളൂ സാർ. അതെ, ഞാനും പറയാം കഥ. എൻ്റെ ഫാദർ സൗദിയിലായിരുന്നു. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന സമയം മുതൽ ഞാനിപ്പം എഞ്ചിനീയറിങ് കഴിഞ്ഞിട്ടൊരു 10-20 വർഷമായി. അപ്പോൾ ഒരു 30 വർഷത്തോളം ആള് സൗദിയിൽ വർക്ക് ചെയ്ത് ഒരു 10 വർഷം മുമ്പാണ് മരണപ്പെടുന്നത്. നാട്ടിൽ വന്ന് ഒരു 4 വർഷമേ നാട്ടിൽ നിന്നുള്ളൂ. അങ്ങനെ ഞാൻ കോളേജ് പഠിക്കുന്ന സമയത്ത് അസുഖം വന്നു. പിന്നീട് ഞാൻ ജോലിയൊക്കെ കിട്ടി കുറച്ച് നാൾ കഴിഞ്ഞിട്ടാണ് മരണപ്പെടുന്നത്. അപ്പോൾ ഈ ഫാദർ മരിച്ച സമയത്ത് ഞാനാണ് വീട്ടിലെ മൂത്ത ആള്. എൻ്റെ താഴെ 2 അനിയന്മാരും ഒരു അനിയത്തിയാണ്. ഒരു 1-2 വർഷം എനിക്ക് ഭയങ്കര റിഗ്രറ്റ് ആയിരുന്നു. ഞാൻ വലിയ ആളാണല്ലോ, അപ്പം അത്യാവശ്യം നന്നായിട്ട് പഠിക്കുകയും നല്ല ജോലിയൊക്കെ കിട്ടി. പക്ഷെ ഞാൻ ചെയ്യേണ്ട ഉത്തരവാദിത്തം ഞാൻ ചെയ്തിട്ടില്ലായിരുന്നു എന്നുള്ള ഭയങ്കര ഒരു റിഗ്രറ്റ് ആയിരുന്നു കുറേ കാലം. എനിക്ക് എപ്പോഴും ഭയങ്കര ഒരു കാര്യത്തിലും കോൺസെൻട്രേറ്റ് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥ. പിന്നെ ഇപ്പം ഈ അർച്ചന മാം പറഞ്ഞ പോലെ ഞാൻ അതിനെ പോസിറ്റീവായിട്ട് എടുത്തു. കാരണം ഇനിയിപ്പോൾ എനിക്ക് ചെയ്യാൻ പറ്റും. ഞാനാണ് വീട്ടിലെ കാര്യങ്ങളൊക്കെ നോക്കേണ്ട ആള്. അമ്മയുടെ കാര്യമാണെങ്കിലും അനിയന്മാരുടെ കാര്യമാണെങ്കിലും. അനിയത്തി ജസ്റ്റ് മാരീഡേ ഉള്ളൂ, അനിയന്മാരെ ഒന്ന് ജോലിയൊക്കെ ആവുന്നേ ഉള്ളൂ. അങ്ങനെ ഒരു സിറ്റുവേഷനാണ്. പക്ഷെ അതിപ്പോൾ ഒരു കഴിഞ്ഞ 8 വർഷമായിട്ട് ഒന്നാമത്തെ കാര്യം ഫാദറിന്റെ സ്ഥാനത്താണ് എല്ലാവരും എന്നെ കാണുന്നത്. ഇപ്പൊ കഴിഞ്ഞ ആഴ്ച അനിയന്റെ വെഡിങ് ആയിരുന്നു. എൻ്റെ സ്റ്റാറ്റസ് ഒക്കെ കാണുന്നവർക്ക് കാണായിരിക്കും. അപ്പൊ ഓരോ കാര്യങ്ങളും എൻ്റെ അമ്മ ഇങ്ങനെ വിളിച്ച് പറയും, അങ്ങനെ ചെയ്യല്ലേ ഇങ്ങനെ ചെയ്യല്ലേ. എല്ലാ സ്ഥാനത്തും എനിക്ക് കിട്ടുന്ന ഒരു ഫാദറിന് കൊടുത്തിരുന്ന സ്ഥാനം കിട്ടും, എല്ലാവരുടെ അടുത്തുനിന്നും കിട്ടും. പിന്നെ എനിക്ക് സാമ്പത്തികമായിട്ട് അവരൊക്കെ സഹായിക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ സഹായിക്കുക. ഇനിയിപ്പോൾ അതല്ലെങ്കിൽ അല്ലാത്ത സഹായങ്ങൾ ചെയ്യുക. അപ്പം ഒരു 2 വർഷത്തോളം ഞാൻ റിഗ്രറ്റ് ചെയ്തത് പിന്നീട് ഞാനൊരു 8 ഇയേഴ്സ് കൊണ്ട് പോസിറ്റീവായിട്ട് കണ്ടിട്ട് മാറ്റിയെടുത്തു എന്നുള്ളതാണ്. അത് എൻ്റെ ലൈഫിലും ഭയങ്കര പോസിറ്റീവായിട്ട് കുറച്ചുകൂടെ ഉത്തരവാദിത്തങ്ങൾ വന്നു. ഇപ്പം ഞാനും എൻ്റെ മക്കൾക്കാണെങ്കിലും എനിക്കുണ്ടായ അനുഭവം മക്കൾക്ക് ഉണ്ടാവരുത് എന്നുള്ളതിൽ കുറച്ചുകൂടെ നല്ലൊരു ഫാദർ ആവാൻ ശ്രമിച്ചു, നല്ലൊരു മകനാവാൻ ശ്രമിച്ചു. ഉമ്മനെയാണെങ്കിലും കുറച്ചുകൂടെ ഒക്കെ നന്നായിട്ട് നോക്കാനൊക്കെ ശ്രമിച്ചു മുമ്പത്തേനെ അപേക്ഷിച്ച്. അപ്പം അതാണ് ഇപ്പം ഞാൻ പറഞ്ഞ പോലെ നെഗറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും. അത് നല്ല രീതിയിൽ ചിന്തിക്കുക. ഇത് ഇങ്ങനെ സംഭവിക്കുന്നത് വേറെ കുറച്ച് നല്ല കാര്യങ്ങളൊക്കെ സംഭവിക്കാൻ വേണ്ടിയിട്ട്, ജീവിതത്തിൽ സംഭവിക്കാൻ വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ജീവിതം കുറച്ചുകൂടെ നന്നാക്കാൻ വേണ്ടിയിട്ടാണെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ എല്ലാം നല്ലതിനാണ്. അത്രയുള്ള അതെ. താങ്ക് യു സർ. അതായത് ശരിക്കും സാറ് പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെ. അതായത് നമ്മളെപ്പോഴും നെഗറ്റീവ് ചിന്ത ഉണ്ടാവും, ഇല്ലെന്ന് ഞാൻ പറയണില്ല. മനുഷ്യനല്ലേ പിള്ളേ, എല്ലാവർക്കും ഉണ്ടാവും അല്ലേ നെഗറ്റീവ് ചിന്ത. എല്ലാവർക്കും ഉണ്ടാവും, എനിക്ക് നിങ്ങൾക്കും എല്ലാവർക്കും ഉണ്ടാവും. ഡെയിലി രാവിലെ എണീച്ച് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യാന്നൊക്കെ പറയുന്നത് വല്ല ആഡൊക്കെ ആണെങ്കിൽ ഓക്കെ, അല്ലാണ്ട് നമുക്ക് ഡെയിലി പോസിറ്റിവിറ്റി നിറഞ്ഞത് ജീവിതമൊന്നും ആയിരിക്കില്ല, നെഗറ്റിവിറ്റി ഉണ്ടാവും. പക്ഷെ സാറ് പറഞ്ഞതിൽ ആ റിയലൈസേഷൻ, ഇതിൽ നിന്ന് എനിക്കിനി എന്ത് ചെയ്യാം. സോ ഇതുവരെയുള്ളതെല്ലാം പോട്ടെ, നമുക്ക് തേച്ച് മാച്ച് കളയാം. ഇതുവരെയുള്ള പ്രശ്നങ്ങള്, പ്രതിസന്ധികള് എല്ലാം, പ്രതിസന്ധി ഒന്നും പോകുന്നല്ല ഞാൻ പറഞ്ഞത്, പക്ഷെ ആ ഒരു ഫീലിങ്സ് ഒക്കെ, നെഗറ്റീവ് ഫീലിങ്സ് ഒക്കെ തേച്ച് മാച്ച് കളഞ്ഞിട്ട് ലെറ്റ് സി വാട്ട് ക്യാൻ ബി ഡൺ. ഇനി അങ്ങോട്ടില്ലേ ജീവിതം. ഉള്ളത് എത്രയാണോ, നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റാത്തൊരു സാധനമാണ് അല്ലെ ആയുസ് എന്ന് പറയുന്നത്. നമുക്ക് ഡിസൈഡ് ചെയ്യാൻ പറ്റാത്ത കാര്യമാണ്. ആരെപ്പ വേണമെങ്കിലും പോവാം. ഈ ക്ലാസ് ഓഫ് ചെയ്ത് കഴിഞ്ഞ് 5 മിനിറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേണമെങ്കിൽ ഞാൻ പോവാം. അപ്പൊ അതൊന്നും നമ്മുടെ കയ്യിലല്ല. പക്ഷെ എത്ര കാലം ഇനിയുണ്ടോ, ഇതുവരെ ഉള്ളതെല്ലാം കളഞ്ഞ് ഇനി അങ്ങോട്ടുള്ളതിൽ പോസിറ്റിവിറ്റി നമുക്ക് കണ്ടെത്താം. ഉറപ്പായിട്ടും എല്ലാവരുടെ ലൈഫിലും ചേഞ്ച് ഉണ്ടാവും. ഓരോ ചേഞ്ച് ഉണ്ടാവുമ്പോഴൊക്കെ നമ്മുടെ ഗ്രൂപ്പിൽ പറയാം, നിങ്ങൾക്ക് ഇങ്ങനെ നെഗറ്റീവ് സിറ്റുവേഷനിൽ പോസിറ്റിവിറ്റി തിങ്ക് ചെയ്ത് തുടങ്ങിയപ്പോൾ നിങ്ങൾക്ക് ഉണ്ടായ ഗുണങ്ങളെ കുറിച്ച് പറയാം. ബിക്കോസ് ഗുണങ്ങളെ കുറിച്ച് പറയുന്ന വേറൊന്നിനും വേണ്ടിയിട്ടല്ല, ദാറ്റ് വിൽ മോട്ടിവേറ്റ് അതേഴ്സ് അല്ലെ, മോട്ടിവേറ്റ് ചെയ്യും. ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടും ഞാൻ ഇത്രയൊക്കെ ചെയ്തു എന്ന് നമ്മൾ മറ്റൊരാളോട് ഷെയർ ചെയ്യുമ്പോൾ അവർക്കൊരു ഊർജ്ജമാണ്. അത് തീർച്ചയായിട്ടും ഒരു ഊർജ്ജമാണ്. ഓക്കെ, ഒരു സിറ്റുവേഷനിൽ ഒരു കുട്ടി വിളിച്ച് സംസാരിച്ച്, എനിക്കൊരു പരിചയമില്ലാത്ത കുട്ടിയാണ്, വേറെ MA സൈക്കോളജിയുടെ കാര്യം ചോദിക്കാൻ വിളിച്ച് വർത്താനം പറഞ്ഞ്
കുറെ കാര്യങ്ങൾ പറഞ്ഞു. ആ കുട്ടിയെ ഞാൻ നേരത്തെ പറഞ്ഞു ലിസണിങ്. ആ കുട്ടിയെ കേട്ടപ്പോൾ കുട്ടിയുടെ ലൈഫ് ഭയങ്കര ട്രാജിക്കാണ്. അത് മുഴുവൻ കേട്ടപ്പോൾ ഞാൻ അവിടെ ഒരു പോസിറ്റിവിറ്റി ബിൽഡ് ചെയ്തേ. ഈശ്വര, ഈ കുട്ടിക്ക് ഈ ചെറിയ പ്രായത്തിൽ ഇത്രയൊക്കെ പ്രശ്നങ്ങളുണ്ട്, എനിക്ക് ഇത്രയൊന്നും പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നില്ലല്ലോ. പോസിറ്റിവിറ്റി ഞാൻ നേരിട്ടു. അതേപോലെ തന്നെ ആ കുട്ടിയോട് ഞാനും കുറെ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. ആൻഡ് ഫൈനലി ദ വേർഡ് ഷീ ടോൾഡ് മീ, അതായത് ചേച്ചി, അപ്പൊ ഞാൻ പറഞ്ഞു നീ പറഞ്ഞോ, അല്ല ചേച്ചിയുടെ ഒരുപാട് സമയം പോവല്ലേ. ഞാൻ പറഞ്ഞു എനിക്ക് തന്നെ പരിചയമില്ല, നിനക്ക് എന്നെയും പരിചയമില്ല, ജസ്റ്റ് ആ ഒരു ഫോൺ കോൾ ആണ്, എവിടുന്നോ ആരിൽ നിന്നും കിട്ടിയ നമ്പറാണ്. ഞാൻ പറഞ്ഞു പറഞ്ഞോളൂ കുട്ടി, പറയാനുള്ളതൊക്കെ പറഞ്ഞോളൂ, ഒരു കുഴപ്പമില്ല, ഞാൻ എന്നെ ഇനി നാളെ ഒരു കാലത്ത് കണ്ടെന്ന് വരില്ല, നീ ഇനി എന്നെ കണ്ടുന്ന് വരില്ല, അപ്പൊ ധൈര്യമായിട്ട് നിനക്കെല്ലാം തുറന്നു പറയാലോ എന്ന് ഞാൻ ആ കുട്ടിയോട് പറഞ്ഞപ്പോൾ ആ കുട്ടി എനിക്ക് തോന്നുന്നു 1.5 മണിക്കൂർ സംസാരിച്ചു കഴിഞ്ഞിട്ട് ആ കുട്ടി പറഞ്ഞ അവസാനം ഒരു വാചകമുണ്ട്. എന്നോട് പറഞ്ഞു, ചേച്ചി ഇന്നിപ്പോ ഞാൻ ഇതൊക്കെ സംസാരിച്ചില്ലായിരുന്നെങ്കിൽ നാളെ ഞാൻ ഇതൊന്നും സംസാരിക്കാനുണ്ടാവില്ല. സോ ഷീ വാസ് ഡിസൈഡഡ്. ആക്ച്വലി ആ കുട്ടി ഫീസ് അടയ്ക്കാൻ ഇപ്പൊ കാശില്ല ചേച്ചി, MA സൈക്കോളജിയുടെ ലാസ്റ്റ് ഡേറ്റ് നീട്ടുമോ എന്ന് ചോദിച്ചിട്ടാണ് വിളിക്കുന്നത്. ആ പൈസ ഇല്ലാത്തതിന്റെ കാരണം കുടുംബത്തിലെ പ്രശ്നം, 8 വർഷം 8 വർഷം പ്രണയിച്ച പയ്യൻ ക്രിസ്ത്യനാണ്. എന്റെ അച്ഛൻ സമ്മതിക്കില്ല, എന്റെ അച്ഛൻ സമ്മതിക്കില്ല, വേറൊരു ഹിന്ദു കുട്ടീനെ കല്യാണം കഴിക്കാൻ പറഞ്ഞിട്ട് ആ കുട്ടി അതിൽ നിന്ന് പിൻവാങ്ങി. ഫാമിലി പ്രശ്നം, അപ്പൊ അങ്ങനെ കുറെ ട്രാജിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഈ കുട്ടി പറയണത്. ജോലിയില്ല, രാവിലെ ജോലി സ്ഥലത്തേക്ക് വണ്ടിയിൽ ബസ് സ്റ്റോപ്പിൽ കൊണ്ടുവന്ന് വിട്ടതിന് സ്വന്തം ചേട്ടൻ പെട്രോൾ അടിക്കാനുള്ള പൈസ മേടിച്ചു. അപ്പൊ ആ കുട്ടി പറയാണ് എനിക്ക് ആരും ഇല്ല ജീവിതത്തിൽ. പക്ഷെ ആ കുട്ടി ഇപ്പോഴും ഉണ്ട് കേട്ടോ, ആ കുട്ടി ഇപ്പോഴും ഉണ്ട്. വല്ലപ്പോഴും ഒക്കെ എൻ്റെ അടുത്ത് സംസാരിക്കും. ഞങ്ങൾ ആ കാര്യങ്ങളോ അന്നത്തെ ദിവസം ഉണ്ടായ ചർച്ചകളോ പിന്നീട് ചെയ്തിട്ടില്ല, കാരണം അത് ചെയ്യാൻ പാടില്ല. നിന്റെ പ്രശ്നമൊക്കെ മാറിയോ, നിന്റെ പ്രശ്നം നമ്മൾ ചോദിക്കാനേ പാടില്ല. അന്ന് ആ കുട്ടിയുടെ ആ മൊമെന്റിൽ ഉണ്ടായിരുന്ന ഒരു തണൽ മാത്രമായിരുന്നു നമ്മൾ. ഞാൻ ആ കാര്യങ്ങളും ചോദിക്കും. പക്ഷെ കോമൺ ആയിട്ട് വേറെ പല കാര്യങ്ങളും, പിന്നെ സുഖമല്ലേ, എന്തൊക്കെയുണ്ട്, അല്ലെങ്കിൽ എന്റെ സ്റ്റാറ്റസ് കണ്ട അതിനൊരു കമന്റ് ഒക്കെ ആ കുട്ടി ഇടും. പക്ഷെ ഐ എം വെരി ഹാപ്പി, ബിക്കോസ് എന്റെ തണൽ അല്ലെ, എന്റെ മരത്തിലെ ആ തണലാണ് അന്ന് ആ കുട്ടിക്ക് താങ്ങായത്. അത്രേ ആലോചിച്ചാൽ മതി. പ്രതിസന്ധികൾ ഉണ്ടാവുമ്പോൾ നമ്മളെക്കാൾ പ്രതിസന്ധികളുള്ള ആളുണ്ടെന്നും ഈ ആളുകളെല്ലാം പിന്നീട് രക്ഷപ്പെടുന്നത് നമ്മുടെ ഒരു വാക്കിൽ. ഞാൻ ഈ പറഞ്ഞ മാതിരി പണ്ടൊരു കാലത്ത് എനിക്കൊരു വിഷമം വന്നു, എനിക്കിനി ജീവിതം മടുത്തു എന്ന് പറഞ്ഞ് വേണ്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിലോ, ഇന്ന് ഞാൻ മറ്റൊരാൾക്ക് തണലായി അല്ലേ. നമ്മുടെ എല്ലാവരും ലൈഫിന് പർപ്പസ് ഉണ്ട്. എല്ലാ നെഗറ്റീവ് കാര്യങ്ങളെയും പോസിറ്റീവായിട്ട് എടുക്കുക. ആൾക്കാർ കുറയല്ല, ആൾക്കാർ കൂടുക ചെയ്യണം. നമുക്ക് പോയാലോ. ആർക്കെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാം, ഞാൻ കേൾക്കാൻ റെഡിയാണ്. എന്റെ അഭിപ്രായത്തിലേ ഏകദേശം ഒരു 80% അധികം ആളുകളും ചിന്തിക്കുന്നത് പ്രോബ്ലം ഓറിയന്റഡ് ആയിട്ട് ചിന്തിക്കുന്നത് കൊണ്ടാണ് കൂടുതൽ പ്രശ്നങ്ങൾ വരുന്നത്. ഏതൊരു സിറ്റുവേഷനും ഏതൊരു പ്രതിസന്ധിക്കും ഒരു നെക്സ്റ്റ് എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട് ലൈഫിൽ. അത് ചൂസ് ചെയ്ത് കിട്ടിക്കഴിഞ്ഞാൽ ഏകദേശം എല്ലാം ലൈഫിൽ സെറ്റ് ആവും, സക്സസ് ആണ് എന്നുള്ളതാണ്. അതെ, അൻസാറ് പറഞ്ഞ മാതിരി ആ ഒരു ട്രാക്കിലേക്ക് വീഴണം അല്ലേ അൻസാറെ? അതെ, കറക്റ്റ്. ട്രാക്കിലേക്ക് വീഴണം, ആ റൈറ്റ് ട്രാക്ക് പിടിച്ച് ആ നാക്ക്. നമ്മൾ പറയില്ലേ ചില സാധനങ്ങൾ എത്ര പ്രാവശ്യം ചെയ്താലും ശരിയാവില്ല. നമ്മൾ എന്താ പറയും, ആ ടെക്നിക്ക് പിടിയിട്ടണം അല്ലേ. ഇപ്പോഴാണ് ആ ടെക്നിക്ക് പിടിയിട്ടെന്ന് പറഞ്ഞാൽ ആ ടെക്നിക്ക് പിടിയിട്ടണം. അതെ അതെ മാം, ഞാനൊക്കെ പണ്ടൊക്കെ ഒരുപാട് സ്ട്രെസ് ഡിപ്രഷന്റെ ആ ഒരു ഇതിലൊക്കെ പോലെ എത്തിയിട്ടുള്ളതായിരുന്നു. പക്ഷെ ഇപ്പൊ ആ ട്രാക്കിലേക്ക് വീണു, ഇപ്പൊ പ്രശ്നമൊന്നുമില്ല. അതാണ് അതൊക്കെ എപ്പോഴെങ്കിലും ഒക്കെ നമ്മുടെ മോർണിംഗ് ക്ലാസ്സിലൊക്കെ അനുഭവങ്ങൾ ഷെയർ ചെയ്യും. ലൈവ് അനുഭവം. ഇപ്പൊ ഈ പറയുന്ന ഓപ്ര വിൻഫ്രേ ഒക്കെ ലൈവ് അനുഭവമാണ്. ഹെലൻ കെല്ലർ ലൈവ് അനുഭവമാണ്. പക്ഷെ അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആരാണ്? പുസ്തകങ്ങളിൽ നമ്മൾ വായിക്കുന്ന കഥാപാത്രങ്ങളാണ് അല്ലെ. നമ്മുടെ ഇടയിലുള്ള ആളുകൾ തന്നെ പ്രതിസന്ധികളിൽ നിന്ന് ഉയർന്നു വന്ന ആളുകളുടെ കാര്യങ്ങൾ, കുഞ്ഞു കാര്യമാണെങ്കിലും അതൊക്കെ ഷെയർ ചെയ്യുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ പോലെ നമ്മുടെ കൂടെയുള്ള ആളുകൾ ഇത് ചെയ്യുന്നുണ്ട്, നമുക്കും ചെയ്യാം എന്നുള്ളൊരു പോസിറ്റിവിറ്റി വരും. ഇനി ആരെങ്കിലും ഉണ്ടോ? ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്താൽ. പറഞ്ഞോളൂ. ആരാ പറയാൻ വന്നേ? പറഞ്ഞോളൂ. പറയണം എന്നുണ്ടെങ്കിൽ പറഞ്ഞോളൂ, കേൾക്കാൻ വേണ്ടി മാത്രം ഇരിക്കണം എന്നില്ല. ഒരു പേര് മാത്രമല്ലേ നിങ്ങളുടെ കാണുന്നുള്ളൂ, നിങ്ങൾ വീഡിയോ പോലും ഓൺ ചെയ്യുന്നില്ല. നിങ്ങൾക്ക് എന്ത് കാര്യം വേണമെങ്കിൽ ഷെയർ ചെയ്യാം. നിങ്ങൾ ഷെയർ ചെയ്യുന്ന ഒരു അനുഭവം മറ്റൊരാളുടെ ഇന്നത്തെ ഡേ തന്നെ ചിലപ്പോൾ മാറ്റിമറിക്കും.
അത് ഇന്ന് ഓൾറെഡി മാറ്റി മറിച്ച് കഴിഞ്ഞു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സന്തോഷം. അങ്ങനെ ഈ മറ്റേ ജഗതി ആ ഇൻസ്റ്റാഗ്രാം വീഡിയോ പോലെ ആവരുത് കേട്ടോ. ഇൻസ്പയർ ആയിട്ട് ഇങ്ങനെ ആവുക, എന്നിട്ട് അത് കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്നാ അല്ലെങ്കിൽ പിന്നെ നാളെ ആവാ. ഞാനൊക്കെ അങ്ങനത്തെ ഒരാളായിരുന്നു കേട്ടോ. നമ്മൾ ആവേശം കൊള്ളും, ഒരാളിങ്ങനെ കാര്യങ്ങളൊക്കെ പറയും, ഇന്ന് ഇത് ചെയ്യണം, ഇതിങ്ങനെ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട്. ആരെന്നെ നമ്പർ ചോദിച്ചു, നമ്മുടെ ഗ്രൂപ്പിൽ ഞാനുണ്ട്, അല്ലെങ്കിൽ സജന മാമിനോട് ചോദിച്ചാൽ മതി. അല്ല നമ്മളെ ആവേശം കൊണ്ട് ഇങ്ങനെ 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 ആയിട്ടേ അല്ലെങ്കിൽ പിന്നെ നാളെ ആവാം. അങ്ങനെ ആവരുത് കേട്ടോ സാർ. ആൾക്കാരുടെ മുമ്പിലാണ് പറഞ്ഞത്. പ്രതികാരം നമുക്ക് നാളെ ചെയ്യാന്ന് പറഞ്ഞ പോലെ അല്ലേ? അതെ അതെ, ഈ പ്രതികാരം നാളെ ചെയ്താൽ മതിയോ? അതന്നെ, അല്ലെങ്കിൽ നാളെ ആവട്ടെ. ഹാഷിബ് പറഞ്ഞ മാതിരി അല്ലെങ്കിൽ പിന്നെ നാളെ ആവട്ടെ. അത് പറ്റില്ല കേട്ടോ. അല്ലെങ്കിൽ പിന്നെ നാളെ ആവട്ടെ അല്ല ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ഇത് പറഞ്ഞോണ്ട് ആവേശം മൂത്ത് എല്ലാം നമ്മൾ പെർഫെക്റ്റ് ആയി, ഇനി നെഗറ്റിവിറ്റി ഇല്ല ജീവിതത്തിൽ. ഓ അർച്ചന പറഞ്ഞു ഇനി എല്ലാം അങ്ങനെയല്ല ഉദ്ദേശിച്ചത്. കുന്നോളം നെഗറ്റിവിറ്റി, ഒരു എന്താ പറയണത്, ഹിമാലയ പർവ്വതത്തിന്റെ അത്ര ഉള്ളത് കുന്നോളം ആക്കാൻ പറ്റി കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊരു വലിയ കാര്യമില്ലേ? ഞാൻ അത്രേ ഉള്ളൂ. ഓൾറെഡി നേരത്തെ പറഞ്ഞ ആ ട്രാക്ക് പിടിച്ച ആളാണ്. ആ കണ്ട, അപ്പൊ മുൻഗാമി ഉണ്ട്, നമ്മൾ പിൻഗാമികളായാൽ മതി. എൻ്റെ ഒരു പോസിറ്റീവ് വശത്തിലാണ് പറഞ്ഞത്. കണ്ടോ, അത് അങ്ങനെ ആ ട്രാക്കിലേക്ക് വീണ് അത് സക്സസ്, അതായത് നെഗറ്റിവിറ്റിയിൽ നിന്ന് പോസിറ്റിവിറ്റിയിലേക്ക് വന്ന് സക്സസ് കാണുന്ന ആളുണ്ട്. അപ്പൊ ഓട്ടോമാറ്റിക്കലി നമുക്കും പറ്റും. ആലോചിച്ച് നോക്കി, നമ്മൾ പറ്റില്ല എന്ന് വിചാരിച്ച എന്തോരം കാര്യങ്ങളാണ് നമ്മൾ ചെയ്തത്. ഇഷ്ടം പോലെ കാര്യം. ഞാന് ഒരു തമാശ പറഞ്ഞോട്ടെ. പറയൂ. അർച്ചന മാമിന്റെ സ്റ്റാറ്റസ് പോലെ തന്നെയാണ് സംസാരം. നമ്മൾ നമുക്ക് ഫ്രീ ആയിട്ട് കൊടുക്കാൻ പറ്റുന്നത് റൗസർ അതല്ലേ ഉള്ളൂ, പോസിറ്റിവിറ്റി. അല്ലെങ്കിൽ അല്ലെ, യു ക്യാൻ ഡു ഇറ്റ്. ചെലവുണ്ടോ? പ്രത്യേകിച്ച് എക്സ്ട്രാ ചെലവൊന്നും ഇല്ല. ഇല്ല, നല്ലതാണ്. എന്തുകൊണ്ടും ആ നല്ലത് തന്നെയാണ്. ഞാൻ ആലോചിക്കുന്നത് ഏറ്റവും എത്ര പറ്റുന്ന ആളുകളെ ഹെൽപ്പ് ചെയ്യണം എന്ന് ചിന്തിക്കുന്ന ഒരാളാണ്. പക്ഷെ മോണിറ്ററി ആയിട്ട് സാമ്പത്തികമായിട്ട് എനിക്ക് പറ്റില്ല. അപ്പൊ ഞാൻ ആഗ്രഹിക്കുന്ന എന്താണ്, എൻ്റെ ഒരു വാക്കിലൂടെ, എൻ്റെ ഒരു നോക്കിലൂടെ, എൻ്റെ ഒരു അവരെ കേൾക്കുന്നതിലൂടെ, ഇതിലൊക്കെ ഇഫ് ഐ ക്യാൻ ഹെൽപ്പ് ദം, അതൊക്കെ എനിക്ക് സന്തോഷം തരും. ആൻഡ് ഇതൊന്നും ചെയ്യുന്നത് വേറൊന്നിനും വേണ്ടിയിട്ടല്ല. ദിസ് ബ്രിങ്സ് പോസിറ്റിവിറ്റി ആൻഡ് ഹാപ്പിനെസ് ടു മൈസെൽഫ്. ഞാൻ സെൽഫിഷാണ്, എന്റെ സന്തോഷത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ അതൊക്കെ ചെയ്യണത്. ഞാൻ ഈ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഐ ഫൈൻഡ് ഹാപ്പിനെസ്. അപ്പൊ അതുപോലെ നിങ്ങളും ഡെയിലി എന്തെങ്കിലും ഒരു കാര്യം, ഒരു ചിരി ആയിക്കോട്ടെ, ഒരു ഗ്ലാസ് വെള്ളം ആയിക്കോട്ടെ. ഇന്നാള് അതെ പരക്കട്ടെ പ്രകാശം എല്ലാവരും വന്ന് കഴിഞ്ഞ ദിവസം ഒരു ഐ ഹോസ്പിറ്റലിൽ പോയപ്പോ ഒരു അപ്പൂപ്പൻ വാട്ടർ ഫിൽറ്ററിന്ന് വെള്ളം എടുക്കാൻ പറ്റാതെ നിൽക്കുന്നുണ്ട്. എണീറ്റ് പോയി ആ ചേട്ടന് ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കൊടുത്തപ്പോൾ അയാൾ ഭയങ്കര ഹാപ്പിയായി. എനിക്ക് പ്രത്യേകിച്ച് വേറെ ചെലവൊന്നും ഉണ്ടായിട്ടില്ല. കാരണം എന്ന് വെച്ചാൽ ഞാൻ ഡോക്ടറെ വെയിറ്റ് ചെയ്തിരിക്കുന്ന ആളാ. അപ്പൊ ഞാൻ അതിന് തൊട്ട് മുമ്പ് എന്റെ മോനോടും പറഞ്ഞു അത് ചെയ്തു കൊടുക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവനും അത് ചെയ്യുമ്പോൾ നാളെ അവനത് ചെയ്യാൻ തോന്നും. നമ്മൾ കുട്ടികളെയും ശീലിപ്പിക്കാം ചെറിയ ചെറിയ കാര്യങ്ങൾ കേട്ടോ. അങ്ങനെ ചെറിയ ചെറിയ കാര്യങ്ങളിലൂടെ വലിയ വലിയ കാര്യങ്ങൾ വരട്ടെ. ഈശ്വര 95 ആളെയും കൊണ്ടായിരിക്കുന്നത്. എങ്ങനെ പോട്ടെ എന്ന് പറയുമല്ലേ, പക്ഷെ പറയാതെ പറ്റില്ല നമുക്ക്. ഇപ്പൊ ഓൾറെഡി ഇറ്റ് ഇസ് 6:35 ഐ ഗസ്. എന്താ വേണ്ട, പോയാലോ? ആർക്കെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ആഡ് ചെയ്യാട്ടോ. ഞാൻ പറഞ്ഞോണ്ടിരിക്കാനാണ്, പോവേണ്ട, ഞാൻ പോവില്ല. എനിക്ക് സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ആളാ. ക്ലാസ് എടുക്കണ മുമ്പ് ഞാൻ ഈശ്വര ഞാൻ അരമണിക്കൂർ എങ്ങനെ എത്തിക്കുന്നത് ക്ലാസ്സിലോട്ട് വരുമ്പോൾ. അത് കഴിഞ്ഞ് എനിക്കും ഇഷ്ടമൊന്നല്ല, എനിക്കിഷ്ടം ഒരുപാട് ആളുകളോട് വർത്താനം പറയാൻ, ആളുകളെ കേൾക്കാൻ, ആളുകളുടെ വിഷമങ്ങളും കേൾക്കാൻ എനിക്കിഷ്ടമാണ്. ബിക്കോസ് എന്താ പറയണത്, അവരും കുറച്ച് ലൈറ്റ് ആവും, ഞാനും കുറച്ച് പോസിറ്റീവ് ആവും. സി ദർ ആർ പീപ്പിൾ അറൌണ്ട്, എന്നേക്കാൾ സ്ട്രഗിൾ ചെയ്യുന്ന ആളുകളുണ്ട്. സോ ഡെഫിനറ്റ്ലി വി ക്യാൻ എന്ന് തോന്നുന്നു എനിക്ക്. സോ ദാറ്റ് ഓൾസോ ബ്രിങ്സ് പോസിറ്റിവിറ്റി ടു മീ. എന്റെ ലൈഫിലും ഇല്ലേ നെഗറ്റിവിറ്റി? രാവിലെ എണീക്കുമ്പോൾ തൊട്ട് പല കാര്യങ്ങളും ഉണ്ടാവും. കുട്ടികൾ പറഞ്ഞാൽ കേൾക്കില്ല, അല്ലെങ്കിൽ വീട്ടിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ആയിട്ടുണ്ടാവും. അല്ലെങ്കിൽ ഞാനൊരു ബിസിനസ് ചെയ്യുന്നുണ്ട്, അപ്പൊ രാവിലെ തൊട്ട് കസ്റ്റമർ പ്രശ്നമായിരിക്കും. ട്രാക്കിംഗ് കിട്ടിയില്ല, സാധനം കിട്ടിയില്ല, കല്യാണമാണ് നാളെ. അപ്പൊ രാവിലെ തൊട്ട് ഞാനും ഇങ്ങനെ മടുത്ത് ഒരു 50 പ്രാവശ്യമെങ്കിലും മതി ഇതെല്ലാം വിടാന്ന് വിചാരിച്ചിട്ടുണ്ട്. പക്ഷെ ഞാൻ അതിൽ പോസിറ്റിവിറ്റി ചിന്തിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഒരു പണിയെടുത്ത് കിട്ടുന്ന കാശിൽ നമ്മുടെ സ്വന്തം കാശാണെങ്കിൽ നമുക്ക് പലരും സഹായിക്കാൻ ഫ്രീ ആയിട്ട് സുഖമായിട്ട് പറ്റുള്ളൂ. ഒരു 10 റുപ്യ കൊടുക്കണമെങ്കിൽ ആരോടും ചോദിക്കാണ്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാൻ പണിയെടുക്കണം. സോ
സോ ഐ ഫൈൻഡ് പോസിറ്റിവിറ്റി. എന്റെ നെഗറ്റീവ് ചിന്ത ഞാൻ മാറ്റി വയ്ക്കും. പോട്ടെ, ഒരു കസ്റ്റമർ ഇഷ്യൂ അല്ലേ, അത് നമുക്ക് തീർക്കാം. ഇനി കൂടി വന്ന എന്താണ്, സാധനം റിട്ടേൺ എടുത്താലും വേണ്ടില്ല. അപ്പൊ അങ്ങനെ നമ്മളെല്ലാ നെഗറ്റീവ് സിറ്റുവേഷന്റെയും കുറച്ച് വൈകിയാണെങ്കിലും പെട്ടെന്ന് പോസിറ്റിവിറ്റി ഒന്നും കിട്ടൂല കേട്ടോ, മനുഷ്യനല്ലേ. കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പോസിറ്റിവിറ്റി കിട്ടും. അപ്പൊ ആരും പോണില്ലേ? ഞാൻ പോട്ടെ. ആർക്കും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞാൻ കേൾക്കാൻ റെഡിയാ. ഇല്ലെങ്കിൽ എല്ലാവർക്കും പോവാം, പിരിഞ്ഞാലോ? വൈൻഡപ്പ് ചെയ്യാലേ മാം? 100 അടിച്ചിട്ട് മതിയോ? 99 സജന മാം. എവിടെ അബ്ദുൾ റഫ് സാർ? എവിടെ? നമ്മൾ 99 അടിച്ചു, 100 അടിച്ചിട്ട് പോയാ മതിയോ? എവിടെ റഫ് സാർ പോയി തോന്നുന്നു. ഇല്ല ഇവിടെ ഉണ്ട്. ഞാന് ഓരോ പണിയിലാ. വേറെ പണിയിലാണല്ലേ. 99 100 കൂടെ അടിച്ചിട്ട് പോയാ മതി സജന മാം. വേണ്ട, പോവാല്ലേ? മാം ആ അപ്പൊ നമുക്ക് വൈൻഡപ്പ് ചെയ്യാലെന്നാ? ഓക്കെ, അപ്പൊ എന്നാ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. സോ ഹാവ് എന്താ പറയുന്നത്, ഗ്രേറ്റ് ഡേ മാത്രമല്ല, ഇനി അങ്ങോട്ടെല്ലാം ഗ്രേറ്റ് ആൻഡ് അടിപൊളിയാവട്ടെ കേട്ടോ. ഇനി ആരൊക്കെങ്കിലും എന്തെങ്കിലും സ്റ്റോറി ഷെയർ ചെയ്യാനോ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യാനുണ്ടെങ്കിൽ ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. എല്ലാവരുടെയും വായിക്കാം. താങ്ക് യു. ഓക്കെ.